വേഗത്തിൽ വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഓമന പറഞ്ഞതുപോലെ എന്നെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ഒരാവശ്യമില്ല. എപ്പോഴും നിങ്ങളുടെ നടുവിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും തിങ്കളാഴ്ച ആകുമ്പോൾ ഞാൻ ഓർക്കും ഇന്ന് അവിടെ മീറ്റിംഗ് നടക്കുകയാണല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കടന്നു വരുന്ന എല്ലാ പ്രിയ സഹോദരിമാരുടെയും ഭവനങ്ങളെ, കുഞ്ഞുങ്ങളെ, അവരുടെ ചുറ്റുപാടുകളെ ഒക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നടുവിൽ വയ്ക്കുന്ന വിഷയങ്ങള് കർത്താവ് അക്കമിട്ട് മറുപടി തരുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഇന്നത്തെ വചന കേൾവി നമ്മളുടെ ഞെരുക്കങ്ങൾക്ക് ഒരു വിശാലത വരുത്തട്ടെ. നമ്മുടെ ഞെരുക്കങ്ങൾക്ക് ഒരു പക്ഷെങ്കില് വിഷയങ്ങളായിരിക്കാം ഞെരുക്കുന്നത്, വ്യക്തികളായിരിക്കാം ഞെരുക്കുന്നത്, എന്നാൽ അതിനൊരു വിശാലത ദൈവം തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കിത് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹീറോസ് ഓഫ് ഫെയ്ത്ത്. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അബ്രഹാമിൽ തുടങ്ങി, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അങ്ങനെയൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഇസ്രായേലിന്റെ വിശ്വാസത്തെ കുറിച്ച്, അവർ ബൈ ഫെയ്ത്ത് അവര് ചെങ്കടല് കടന്നു, ബൈ ഫെയ്ത്ത് അവർ യെരിഹോവിന്റെ മതിലിനെ തകർത്തു. അതുപോലെ മോശയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് മോശയുടെ അമ്മ യക്കോബേദിനെ കുറിച്ച് നമുക്ക് പഠിക്കാനിടയായി തീർന്നു. അങ്ങനെ വലിയൊരു ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അടുത്തതായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തില് അടുത്ത ഒരു ഹീറോയിൻ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതെയിരുന്നു. ആ വാക്യത്തിൽ തന്നെ റാഹാബിന്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ റാഹാബിന്റെ ആ ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡ് ദൈവദാസന്മാരെ കണ്ടപ്പോൾ, അഥവാ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരെ കണ്ടപ്പോൾ അവരെ കൈക്കൊള്ളുവാനുള്ള ആ റാഹാബിന്റെ ഹൃദയത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. സമാധാനത്തോടെ കൈക്കൊണ്ടു എന്നവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് റാഹാബിന് കിട്ടിയ റിവാർഡിനെ കുറിച്ച് അവിടെ ആ ഒറ്റ വാക്യത്തിൽ പറയുന്നു, അവിശ്വാസികളോടുകൂടെ അവള് നശിച്ചുപോയില്ല. അവൾ തന്നെയല്ല, അവളുടെ ഭവനവും നശിച്ചു പോകാനായിട്ട് ഇടയായിട്ട് തീർന്നില്ല. ഇന്ന് റാഹാബിനെ കുറിച്ച് നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ച് എങ്ങനെയാണ് റാഹാബ് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് ഇന്ന് പകൽക്കാലം നമ്മളെ താഴ്ത്തി സമർപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ ഒരു നിരയനുസരിച്ച് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ എന്നുള്ളതൊക്കെ കടന്നു വരുന്നുണ്ട്. ശരിക്കും അടുത്ത നിരയിൽ കടന്നു വരേണ്ട ആൾക്കാർ ആരായിരിക്കണം? ഈ റാഹാബൊക്കെ അവിടെ നിൽക്കട്ടെ. റാഹാബിനെ കുറിച്ചുള്ള ഒരു കഴിഞ്ഞ കാലം എന്താണെന്ന് വരെ ആ വാക്യം പറയുന്നുണ്ട്. എങ്കിൽ പോലും എന്നാലും അങ്ങനെ ഇരിക്കുമ്പോ റാഹാബിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അടുത്ത ഇമ്പോർട്ടന്റ് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ആരാണെന്നറിയാമോ? യോശുവ, കാലേബ്. പക്ഷെങ്കില് യോശുവയുടെ കാലേബിന്റെ കാര്യം ഈ ഒരു അധ്യായത്തിൽ പറയുന്നില്ല. അവരുടെ കാര്യം ഈ അധ്യായത്തിൽ പറയാത്തത് കൊണ്ട് അവർ വിശ്വാസത്താൽ മുന്നേറിയില്ല എന്നതിന് അർത്ഥം വരുന്നില്ല. കാരണം ഇതിനു മുമ്പുള്ള 2 വാക്യങ്ങൾ അവരെ യെരിഹോ മതിൽ തകർത്തതും ചെങ്കടല് കടന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ യോശുവയും കാലേബും ഉൾപ്പെട്ട് നിൽക്കുക. പ്രത്യേകിച്ച് യെരിഹോ മതിൽ തകർക്കുന്നത് യോശുവയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കെ കാലേബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 85-ാമത്തെ വയസ്സിൽ കാലേബ് ഹെബ്രോൻ തനിക്ക് അവകാശമായിട്ട് കാലേബ് എടുക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. യോശുവ ഇസ്രായേൽ മക്കളെ യോർദാൻ കടത്തി അക്കരെ നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ അപ്രകാരം ഉണ്ടായിരുന്നവരെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഒരു കനാന്യ സ്ത്രീയായ റാഹാബിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താണ് ഈ റാഹാബിന്റെ പ്രത്യേകത? അപ്പൊ റാഹാബ് എവിടെയാണ്? യെരിഹോ പട്ടണത്തിലാണ്. യെരിഹോ പട്ടണത്തെ കുറിച്ച് നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നും അതിനെക്കുറിച്ച്, അതിന്റെ മേലൊരു ശാപമുണ്ട്. ആ പട്ടണം രണ്ടാമത് പണിയുന്നവന്റെ ഒരു തലമുറ പോലും നിൽക്കത്തില്ല എന്നുള്ള ദൈവത്തിന്റെ ആ ഒരു വാക്ക് ഇന്നും അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ പട്ടണം പണിയപ്പെട്ടിട്ടില്ല. അതിനുശേഷം ഈ പട്ടണത്തിന്റെ പ്രത്യേകത എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഷ്ടത, കൊലപാതകം, അതുപോലെ ദുർനടപ്പ്, അതിനാലൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണമാണിത്. അവരുടെ ആരാധനയുടെ ഒരു ഭാഗമായി ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ, സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധനയുടെ ഒരു ഭാഗമാണ്. അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ജീവനോടെ അവര് കുഴിച്ചിടുന്ന ഒരു രീതി അവർക്കുണ്ട്.
ഉണ്ടായിരുന്നു. ഹൊറിബിൾ ആയിട്ടുള്ള സെലിബ്രേഷന്, ഒരിക്കലും നമ്മുടെ ഹൃദയത്തിന് ഒരു സമാധാനം തരാത്തതുപോലെയുള്ള ആരാധനകൾ തന്നെയല്ല, ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ ഇപ്രകാരമുള്ള ഒരു സമൂഹത്തെ ദൈവം എന്ത് ചെയ്യണം? ചുറ്റുപാടുമുള്ളവർക്ക് അതൊരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ച് അവർക്കത് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇവരുടെ മേൽ ദൈവത്തിന്റെ വചനമയച്ചിട്ടും സന്ദർശനം അയച്ചിട്ടും രൂപാന്തരപ്പെടാത്ത ഇപ്രകാരമുള്ള രോഗം, ക്യാൻസർ പോലെയുള്ള രോഗം പോലെ ഉള്ള ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നവരെ ദൈവം ശരിക്കും ചെയ്യേണ്ടത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. സൊദോം ഗൊമോറയുടെ മേലെ ദൈവം എന്താ ചെയ്തതെന്ന്? ദൈവത്തിന്റെ ന്യായവിധി കടന്നു വന്ന് അവരെ പൂർണ്ണമായിട്ട് അവിടുന്ന് വേരോടെ പറിച്ചെറിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ഒരു പട്ടണത്തിലെ ഒരാളെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആര്? റാഹാബ് എന്ന് പറഞ്ഞാൽ റാഹാബ്. അപ്പോൾ ആ പട്ടണത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയാനിട്ടിടയായിട്ട് തീർന്നു. റാഹാബിനെ കുറിച്ച് 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. ഈ അധ്യായത്തിൽ തന്നെ, ഈ അധ്യായത്തിലെ തിരുവചനത്തിൽ മൊത്തമായിട്ട് റാഹാബ് എന്നുള്ള വാക്ക് 8 പ്രാവശ്യം റാഹാബിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ് റാഹാബിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. അതിനുശേഷം യാക്കോബ് ലേഖനത്തിൽ ഈ റാഹാബിനെ കുറിച്ച് പറയുന്നു. എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റാഹാബ് വിശ്വസിക്കുക മാത്രമല്ല, റാഹാബ് പ്രവർത്തിച്ചു. പ്രവൃത്തിയാലുള്ള നീതീകരണം. എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞ് റാഹാബ് എരിഹോവിന്റെ മതിലിനകത്ത് അവളുടെ ആ ഒരു ഭവനത്തിനകത്ത് അവൾ ഒതുങ്ങിക്കൂടാനായിട്ട് അവള് തീരുമാനമെടുത്തില്ല. പിന്നെയോ അവിടുന്ന് അവള് പുറത്തു ചാടാൻ, എങ്ങനെയെങ്കിലും അവളെ തന്നെയല്ല അവളുടെ കൂടെയുള്ളവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് റാഹാബ് പ്രവർത്തിച്ചു. അതുകൊണ്ട് പ്രവൃത്തിയാലുള്ള വിശ്വാസമാണ് യാക്കോബ് ലേഖനത്തിൽ വായിക്കുമ്പോൾ റാഹാബിനെ അവിടെ എടുത്തു പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആരായിരുന്നു റാഹാബ്? റാഹാബ് അവിടെ ഒരു ഇൻകീപ്പർ എന്ന് പറയുന്ന സത്രം സൂക്ഷിപ്പുകാരുത്തി. പട്ടണത്തിന് ഒരു മതിലുണ്ട്. ആ മതിലിനകത്തേക്ക് ആരൊക്കെയാണ് കടന്നു വരുന്നത്, അവരെവിടുന്ന് വരുന്നു, എന്ത് ആവശ്യത്തിൽ വരുന്നു, ആരെ കാണാൻ വരുന്നു, ഇതൊക്കെ നോക്കാനും ഗേറ്റ് തുറന്നു കൊടുക്കാനും ഒരു സൂക്ഷിപ്പുകാരുത്തിയായിരുന്നു റാഹാബ്. ഇവിടെ നമ്മുടെ റാഹാബ് എന്ന വേശ്യ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവയുടെ പുസ്തകത്തിലുണ്ട്. പക്ഷെ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതവളുടെ ജീവിതത്തെ തന്നെ നമുക്ക് മുഴുവനായിട്ട് 100% പറയാനായിട്ട് കഴിയുന്നില്ല. കാര്യം അവിടുത്തെ ആരാധന അങ്ങനെയായിരുന്നല്ലോ. അവിടുത്തെ അമ്പലങ്ങളിൽ ദേവനോ ദേവിക്കോ ഒരു പെൺകുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്ത് ആ പൂജാരി ആ പെൺകുഞ്ഞിനെ ഏറ്റെടുത്ത് എന്തെങ്കിലും ആ പെൺകുഞ്ഞിനെ ചീത്തയാക്കിയാൽ അതവർക്കൊരു ആരാധനയുടെ ഭാഗമാണ്. അപ്പോൾ അപ്രകാരമുള്ളൊരു ഏൽപ്പിക്കപ്പെട്ട, ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു, ഒരു മകളായിരുന്നു റാഹാബ് എന്ന് ചില ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റാഹാബ് എന്ന വേശ്യ എന്നവിടെ പറയാനുള്ള കാരണം. അവൾ താമസിച്ചിരുന്നത് മതിലിന്റെ മീതെയായിരുന്നു. ആ മതിലിന്റെ മീതെ ഒരു വീട് വെച്ച് താമസിക്കണമെങ്കിൽ ആ മതിലിന്റെ വീതി എത്രമാത്രമായിരുന്നു. നമ്മൾ എരിഹോ പട്ടണത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളത് പറയാനിടയായി തീർന്നു. ഒരു വീടൊക്കെ വെക്കത്തക്കവണ്ണം ഉള്ള വലിയ നല്ല വീതിയുള്ള സ്ഥലത്താണ് അത്. അതിന്റെ മുകളിലാണ് അവൾ താമസിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ she was a religious prostitute എന്നുള്ളതും ചിന്ത നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. ഞാനതാണ് പറഞ്ഞത്. അപ്പൊ വേദപുസ്തകം നമുക്ക് അതിന് കൃത്യമായൊരിത് തരുന്നില്ല എങ്കിൽ പോലും അന്നത്തെ കാലത്തെ കുറിച്ച് ചിന്തിച്ചാൽ. അപ്പോൾ റാഹാബിനെ കുറിച്ച് മറ്റൊന്ന് പറഞ്ഞാല്, അവള് ശരിക്കും അന്നത്തെ ആ സോഷ്യൽ സ്റ്റാറ്റസിലെ ഏറ്റവും താഴെക്കടയിൽ അവളുടെ നിൽപ്പ്. അവളെ കണ്ടാൽ ആരെങ്കിലും മാനിക്കാനോ, അവളെ കണ്ടാൽ ആരെങ്കിലും ഒന്ന് ഇഷ്ടത്തോടെ നോക്കാനോ, അവളെ കണ്ടു കഴിഞ്ഞാല് വീട്ടിലേക്കൊന്ന് ക്ഷണിക്കാനോ ഒന്നും ആർക്കും തോന്നത്തില്ല. അതുപോലെ she was at the absolute bottom of the social ladder. അതിന്റെ അവരുടെ കൾച്ചറിന്റെ, അവരുടെ രാജ്യത്തിന് യാതൊരു ബഹുമാനത്തിനോ മാന്യതയ്ക്കോ ഒന്നും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു റാഹാബ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊരു തരത്തിൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടവളുമായിരുന്നായിരിക്കാമല്ലോ റാഹാബ്. ഇങ്ങനെ ഒരു ജീവിതം ചെയ്തവളാണെങ്കിലോ ഇങ്ങനെ സമർപ്പിക്കപ്പെട്ടവളാണെങ്കിലോ രണ്ടായാൽ പോലും അവളുടെ ജീവിതത്തെ മറ്റുള്ളവർ നോക്കുന്നത് തന്നെ വളരെ ദോഷമായ ഒരു കണ്ണുകൾ കൊണ്ടായിരിക്കും നോക്കുന്നത് തന്നെ. എവിടെ നിന്ന് വന്നാലും റാഹാബിനെ അറിയാത്തവരാരും കാണത്തില്ല. അപ്പൊ അവൾക്ക് അങ്ങനെ ഒരു ലേബൽ ഉണ്ടായിരുന്നു. അത് അവളെ ഏറ്റവും വേദനിപ്പിച്ച ഒരു ലേബൽ അവൾക്കുള്ളത്. അല്ലാതെ സന്തോഷിപ്പിക്കുന്നതോ മാനിക്കപ്പെടുന്നതോ ആയിട്ടുള്ള ഒരു ലേബലല്ല അവൾക്കുള്ളത്.
പെട്ടെന്ന് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തെ ആകപ്പാടെ തകിടം മറിച്ചൊരു സംഭവം. സഡൻലി പെട്ടെന്ന് എന്തായിരുന്നു? 2 ഒറ്റുകാരവിടെ കടന്നു വരുന്നു. അതിന്റെ മുമ്പില് അവൾ ഒരു തീരുമാനമെടുക്കുന്നു. പെട്ടെന്ന് ഏറെ സമയമൊന്നും അവൾ അതിനെ കുറിച്ച് ചിന്തിക്കാനോ അവൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു. എന്നതുപോലെ നമ്മളുടെയൊക്കെയും ജീവിതത്തിൽ ഒരുപക്ഷെ കലങ്ങി മറിഞ്ഞ അവസ്ഥയായിരിക്കാം. എന്നാൽ പെട്ടെന്ന് ചിലത് ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പെട്ടെന്ന് ചിലതിനെ മാറ്റിമറിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. അത് നമ്മളുടെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയെ, ആ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി ഇരിക്കും. അപ്പോൾ അവൾ തീരുമാനിച്ചു ഞാൻ അനുസരിക്കുക എന്നുള്ളത്. അവൾ തീരുമാനിച്ചു ദൈവനാമത്തിൽ വന്നവരെ കൈക്കൊള്ളുക എന്നുള്ളത്. അവൾ അവിടെ ഒരു അനുസരണം അവൾ കാണിച്ചു. അവൾ കണ്ണുകൊണ്ട് കണ്ട അഥവാ ഇത്രയും നാൾ അവൾ ജീവിച്ച ആ യെരിഹോ പട്ടണത്തിലെ രാജാവിനെ അനുസരിക്കുന്നതിനേക്കാളും ഇന്നുവരെയും അവൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ ദാസന്മാരായിട്ട് വന്ന 2 പേരെ കൈക്കൊള്ളുകയും ആ ദൈവത്തെ അനുസരിക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഇന്നുവരെയും അവൾക്ക് ഒരുപക്ഷെങ്കിൽ അവളുടെ ഭക്ഷണവും അവളുടെ പ്രൊവിഷനും എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന രാജ്യത്തെ രാജാവിനെ അനുസരിക്കുന്നതിനേക്കാളും ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത 2 പേരെ സ്വീകരിച്ചത് മൂലം അവരെ സ്വീകരിച്ചത് മൂലം സ്വർഗത്തിലെ ദൈവത്തെ സ്വീകരിക്കുവാനും അനുസരിക്കുവാനും അവൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് പെട്ടെന്ന് അവളുടെ ജീവിതത്തിൽ അവളുടെ മുമ്പിൽ വന്നൊരു ചോയ്സ്. നടന്നിങ്ങനെ പോകുമ്പോഴ് കഴിഞ്ഞ ദിവസം ഒരു ഭാഗം വായിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് യേശു ദൈവം എന്ന് പറയാനുള്ള കാരണം? എന്തിനാണ്? ബാക്കി ഇത്രയും മതങ്ങളുണ്ട്, പിന്നെന്തുകൊണ്ടാണ് യേശു ആണ് ദൈവം എന്നും യേശുവാണ് മശിഹ എന്നും പറയാനുള്ള കാരണം? അപ്പോൾ അതിനകത്തൊരു വ്യക്തി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടത് ഇങ്ങനെയാണ്. ഒരു റോഡിൽ കൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ നടന്നു പോവുക. അവിടെ ചെല്ലുന്നുണ്ടെ ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. 2 വഴി മുമ്പിൽ നിൽക്കുക, ചോയ്സ്. 2 വഴി മുമ്പിൽ നിൽക്കുക. അപ്പോൾ 2 വഴിക്കലും 2 വ്യക്തികൾ അവിടെ നിൽപ്പുണ്ട്. പക്ഷെങ്കിൽ ഒരുത്തൻ മരിച്ച ഒരു ശരീരം, ഒരുത്തൻ ജീവിക്കുന്ന ഒരു ശരീരവുമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആരോടായിരിക്കും ചോദിക്കുന്നത് ഞാൻ എങ്ങോട്ട് തിരിയണമെന്ന്? ചത്തവനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ ഉയർത്തെഴുന്നേറ്റവരോട് ചോദിക്കുമ്പോഴറിയാം ഞാൻ എങ്ങോട്ട് പോകണമെന്ന്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് അവൻ ദൈവമാണെന്നുള്ളതിന്റെ ഏക തെളിവ്. എന്നതുപോലെ ഇന്ന് രാഹാബിന്റെ മുമ്പിൽ 2 വഴികൾ നിൽക്കുക. ഒന്ന്, വേണമെങ്കിൽ ഇത്രയും നാൾ അവർക്ക് ഉപ്പും ചോറും കൊടുത്ത രാജാവിനെ അനുസരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ കയറി വന്ന, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഇന്നലെ കയറി വന്ന 2 ഒറ്റുനോക്കുകാരെ അവൾക്ക് സംരക്ഷിക്കുകയും അനുസരിക്കുകയും അവരിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യാനായിട്ടുള്ള 2 ചോയ്സ് ഇവളുടെ മുമ്പിൽ നിൽക്കുക. ഇവളെന്തായാലും അവള് ഒരു വിശ്വാസത്തോടൊരു ചുവടുവയ്പ് അവൾ ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, അവളുടെ പഴയ കാലത്തിലെ ജീവിതം അവൾക്ക് അനുഗ്രഹത്തിന് ഇവിടെ ഒരു തടസ്സമായിരുന്നില്ല. രാഹാബ് ഒരു വേശ്യയായിരുന്നെന്ന് നമ്മളിവിടെ വായിച്ചല്ലോ. അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, ജനമെല്ലാം അവളെ ഏറെ മോശം എന്നുള്ള ഒരു തലക്കെട്ട് അവൾക്ക് കൊടുത്ത് ആണ് ആ സ്ത്രീ എപ്പോഴും ഓർമ്മിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും അങ്ങനെ തന്നെ. ഇസ്രായേലിന്റെ മറ്റെല്ലാ ജാതീയ ശത്രുക്കളോടൊപ്പം ഈ സ്ത്രീയും നശിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. യെരിഹോ പട്ടണം മുഴുവൻ നശിപ്പിച്ചപ്പോൾ ഈ സ്ത്രീ അവരുടെ കൂടെ നശിപ്പിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാ. കാര്യം സ്ത്രീയുടെ ജീവിതം അങ്ങനെയാ, ആ സ്ത്രീയുടെ ശീലം അങ്ങനെയാ, ആ സ്ത്രീ ശീലിച്ചു വന്നതും താല്പര്യപ്പെട്ടതും ആ സ്ത്രീയുടെ പ്രമോദവും അതാ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എങ്ങനെ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കും? അങ്ങനെയല്ല ഒറ്റ വായനക്കാർക്ക് ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം. എന്നാൽ ഈ രാഹാബിനേക്കാൾ ഏറെ പാപത്തിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ ആ നഗരത്തിൽ ഉണ്ടായിരുന്നായിരിക്കാം. ഇവരെക്കാൾ എത്രയോ നല്ലവരായിട്ട് ജീവിക്കുന്നവർ ആ നഗരത്തിലുണ്ടായിരുന്നു. എന്നാൽ ആത്മീയമായിട്ടും ശാശ്വതമായിട്ടും ഒരാൾ നശിപ്പിക്കപ്പെടുന്നത് അവരുടെ വെറും ഒരു ജീവിത ശൈലി കൊണ്ട് മാത്രമല്ല, പിന്നെയോ അവരുടെ അവിശ്വാസത്തിന്റെ പാപത്തില. അപ്പോഴും അവരുടെ മുമ്പിൽ വിശ്വസിക്കാനുള്ള ഒരു ചോയ്സ് ദൈവം കൊടുത്തിട്ടുണ്ട്, തിരഞ്ഞെടുക്കാൻ ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാനും നിങ്ങളും എന്തായിരുന്നു എന്നുള്ളതല്ല,
ഇന്നലെ ഞാൻ നിങ്ങൾ എന്ത് ശീലിച്ചു എന്നുള്ളതല്ല, അതിന്റെ കോൺസിക്വൻസ് ഒരു വശത്ത് ഉണ്ടായേക്കാം. പക്ഷെങ്കില് രക്ഷിക്കപ്പെടാനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ടും അതതിനൊരു തടസ്സമായിട്ട് നിൽക്കത്തില്ല. പിന്നെയോ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് സാധിക്കും. അവിശ്വാസം എന്ന പാപം അതിലേക്ക് വീഴാനായിട്ട് അവളെ ഏൽപ്പിച്ചു കൊടുത്തില്ല. വിശ്വാസത്താൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നു, അത് അവരുടെ പാപജീവിതത്തിൽ അവരെ വിടുവിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? ജീവനുള്ള ദൈവത്തിലുള്ള ഒരു വിശ്വാസം, അതേ തുടർന്നുള്ളൊരു രൂപാന്തരപ്പെട്ടിട്ടല്ല വിശ്വസിക്കുന്നത്. ഒരിക്കലും വർക്കല്ല വിശ്വാസത്തിന് മുമ്പ് വരുന്നത്. ആദ്യം വരുന്നത് വിശ്വാസമാണ്. വിശ്വസിച്ച് അവനെ സ്വീകരിക്കുമ്പോൾ മാത്രമേ നല്ലത് ചെയ്യാനുള്ള ബലം നമുക്കുണ്ടാകത്തുള്ളൂ. അതിനു മുമ്പ് വരെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതിനു മുമ്പ് വരെ നമ്മൾ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിക്കുക, അത് അധികം നാൾ നീണ്ടു നിൽക്കത്തില്ല. എന്നാൽ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയത്തിന്റെ ഹേമ നിമിത്തം, ഇൻഫ്ലുവൻസ് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു റൈച്ചസ് ലൈഫ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ദൈവസന്നിധിയിൽ ഏറെ പ്രയോജനം തന്നെയല്ല. നമ്മൾ അന്നേരം മനസ്സിലാക്കും, ഞാനല്ല നിൽക്കുന്നത്, പിന്നെയോ കർത്താവാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. ഞാനല്ല ഓടുന്നത്, അവൻ എന്നെ ഓടുമാറാക്കുന്നത്. അത് നടുന്നവനാനുമല്ല, നനയ്ക്കുന്നവനുമല്ല, പിന്നെ എന്നെ വളർത്തുമാറാക്കുന്നത് ക്രിസ്തുവാണെന്ന് അവൻ ഏറ്റുപറയണമെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം വ്യാപരിക്കേണ്ടത് വിശ്വാസമാണ്. അത് രാഹാബിന്റെ ജീവിതത്തിൽ വ്യാപരിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇങ്ങനെ നമുക്കറിയാം, എബ്രായ ലേഖനം 3-ാം അധ്യായം വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ ശവങ്ങള് മരുഭൂമിയിൽ വീണുപോയി. കാരണം എന്താ? അവർ വിശ്വസിച്ചില്ല. അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ട് ദൈവം അവിടെ പറഞ്ഞു, അനുസരണം കെട്ടവരോട്. എന്നിട്ട് എബ്രായർ 3:19 ഇങ്ങനെയാ വായിക്കുന്നത്, ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അവിശ്വാസ നിമിത്തം ഇവിടെ റാഹാബ് വിശ്വസിച്ചു. അപ്പോൾ അവളുടെ പഴയ കാലത്തെ ജീവിതത്തെ ഒക്കെ, ഡെസ്പൈറ്റ് ഓഫ് ഹെർ പാസ്റ്റ് ലൈഫ് സ്റ്റൈൽ, she trusted in the Lord God Almighty. ഒറ്റ ദൈവത്തിൽ, ഏക ദൈവത്തില്. അവളുടെ കഴിഞ്ഞ നാളുകളിലെ, അവളുടെ ഭൂതകാലത്തിലെ എന്ത് നാറ്റം പിടിച്ച അവസ്ഥയായിരുന്നാലും അതിനെല്ലാം മറികടന്നിട്ട് ഈ ദൈവത്തിൽ അവൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ എരിഹോ പട്ടണത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ജീവിക്കുന്ന സ്ഥലം, അതിന്റെ ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവിടെ ജീവിക്കുന്നത്. അവക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള തരമേ ഉള്ളൂ അവിടെ. അവർക്ക് ഇങ്ങനെ, നമുക്ക് തന്നെ അറിയാം, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ ആ കൾച്ചറുമായിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒരു കോംപ്രമൈസിലൊക്കെ നമ്മൾ പോകും. കാര്യം അത് അങ്ങനെ പറ്റുള്ളൂ. അവിടുത്തെ ഹോളിഡേസ്, അവിടുത്തെ ഫെസ്റ്റിവല്, അങ്ങനെയൊക്കെ ആയിട്ട് എന്നതുപോലെ ഇവൾ അവിടുത്തെ ലൊക്കാലിറ്റിയുമായിട്ട് അവൾ ഒത്തിരി ഇണചേർന്ന് പോന്നിരുന്നു. പക്ഷെങ്കില് ലൊക്കേഷനും ദൈവത്തിന് അവളെ രക്ഷിക്കാൻ ഒരു തടസ്സമായിരുന്നില്ല. ലൊക്കേഷൻ ദൈവത്തിൽ വിശ്വസിക്കാൻ അവൾക്കൊരു തടസ്സമായിരുന്നില്ല. ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന ഇവളുടെ പാസ്റ്റ് ലൈഫ് ഒരു തടസ്സമായിരുന്നില്ല. ഇവൾ ജീവിച്ച സ്ഥലം, അവളുടെ ലൊക്കേഷൻ അവൾക്ക് ഒരു തടസ്സമായിരുന്നില്ല എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരാൻ അവിടുത്തെ 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളില് നമുക്കവിടെ കാണാൻ സാധിക്കുന്ന പിന്നെ റഹാബിന്റെ വാക്കുകളാണ്. അപ്പോൾ ആദ്യം തൊട്ട് വായിച്ചാൽ നമുക്കറിയാം അവിടെ 2 പേര് ഒറ്റുകാർ വന്നു എന്നുള്ളതും. എന്നാൽ 8 തൊട്ടുള്ള വാക്യങ്ങളിൽ രാഹാബിന്റെ വാക്കുകളാണ് അവിടെ കാണുന്നത്. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ 2 ഒറ്റുകാർ വന്നപ്പോൾ അവർക്ക് ആശ്രയം കൊടുത്തു. അവർ കിടപ്പാൻ പോകുന്നതിന് മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന്, ഞാൻ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. യോശുവ ചാപ്റ്റർ 2 വേഴ്സ് 8-13. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവരുടെ അടുക്കൽ ചെന്ന് അവരോട് ആര് പറയാ? രാഹാബ് പറയാ, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവർക്ക് എങ്ങനെ അറിയാമോ അത്? ഇവളുടെ വായിൽ നിന്ന് വരുന്ന ഒരു പ്രൊഫറ്റിക് വേർഡ് കണ്ടോ? അവളുടെ പാസ്റ്റ് ലൈഫോ, അവളിന്ന് താമസിക്കുന്ന സ്ഥലത്തിന്റെ അവിടുത്തെ അശുദ്ധിയോ ഒന്നും തന്നെ ഇവളുടെ അകത്ത് ദൈവാത്മാവിന് വ്യാപരിക്കാൻ അതൊരു തടസ്സമായിരുന്നില്ല. അവള് പറയാ, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേലെ വീണിരിക്കുന്നു. അവൾ തുറന്നു പറയാൻ മടിക്കുന്നില്ല, ഞങ്ങൾ ഇന്ന് എന്തവസ്ഥയിലായിരിക്കുന്നു, ഞങ്ങളുടെ അകത്തൊരു ഭീതിയുണ്ട്. ഈ ദേശത്ത് ഞങ്ങൾ ആയിരിക്കുന്നിടത്തോളം നാൾ, ഈ ദേശത്ത് ഞാൻ നിൽക്കുന്നിടത്തോളം നാള് ഒരു നാശമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഈ ദേശത്ത് നിന്ന് പുറത്തു പോകണം.
എന്നിട്ട് അവള് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങൾ നിമിത്തം ഉരുകിപ്പോകുന്നു. ഞാൻ മാത്രമല്ല, ഈ ദേശത്തിലുള്ള നിവാസികൾക്കെല്ലാം തന്നെ അവരങ്ങ് ഉരുകിപ്പോകാൻ നിങ്ങൾ നിമിത്തം ഉരുകിപ്പോകുന്നു എന്നാ പറയുന്നത്. ദൂരെ എവിടെയോ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവം ചെയ്ത അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കേട്ടിട്ട് ഏതോ ദൂരെയുള്ള ജാതീയ സമ്പ്രദായത്തിൽ ജീവിക്കുന്നവരുടെ ഹൃദയം ഉരുകിപ്പോകുന്നുവെന്ന്. ഇന്ന് നമ്മളെ നോക്കിയിട്ട് ദൈവമില്ല എന്ന് വാദിക്കുന്ന ജനങ്ങളെ നമ്മളുടെ ജീവിതം കണ്ടിട്ട് അവരുടെ ഹൃദയം ഉരുകി പോകത്തക്കവണ്ണമുള്ളൊരു ദൈവ സാന്നിധ്യം നമ്മൾ വഹിക്കുന്നുണ്ടോ എന്നുള്ള നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അവള് പറയുന്നു, നിങ്ങളെ ഓർക്കുമ്പോഴേ ഞങ്ങൾക്ക് ഭീതിയാ, നിങ്ങൾ നിമിത്തം ഞങ്ങളെ ഉരുകിപ്പോക എന്ന് ഞാൻ അറിയുന്നു. അവളൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഉരുകിപ്പോയവർക്ക് അറിയാത്തൊരു കാര്യം ഇവളറിഞ്ഞു. ഉരുകിപ്പോയവര് ഈ ദൈവം നിമിത്തമാണെന്നോ ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത അത്ഭുത നിമിത്തമാണോ ഞങ്ങളിങ്ങനെ ഉരുകുന്നെന്നൊന്നും അവർക്ക് വലിയ ഗ്രാഹ്യമില്ല. പക്ഷെങ്കിൽ ഇവളത് തിരിച്ചറിഞ്ഞു. എന്താ ഒരു സംഭ്രമം ഈ യെരിഹോ പട്ടണത്തിലെ ജനങ്ങൾക്ക് പിടിച്ചിരിക്കുന്നത്. അത് റാഹാബ് തിരിച്ചറിഞ്ഞു. ആ പട്ടണത്തിലെ നിവാസികളുടെ അകൃത്യങ്ങളുടെ അകത്ത് ജീവിക്കുമ്പോഴും ദൈവാത്മാവുള്ള റാഹാബിന് ചില തിരിച്ചറിവുകൾ ഉണ്ടായി. നമ്മൾ ഇന്ന് ഈ ലോകത്തിലായിരിക്കും, നമ്മുടെ ചുറ്റിനും പലതരത്തിലുള്ള സംഘർഷങ്ങളാണ് നമുക്കുള്ളത്. പലതിന്റെ ഇടയ്ക്ക് നമ്മൾ കടന്ന് ഞെരുങ്ങുന്ന അവസ്ഥയാണ്. എന്നാൽ ദൈവാത്മാവ് ഉള്ളവർ അറിയും. അതെ, കർത്താവിന്റെ വരവിന്റെ സമയങ്ങൾ അറിയും. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ അറിയും. അവൻ വരുന്നു എന്ന് അറിയും. എങ്ങനെ ശുദ്ധീകരിക്കപ്പെടണമെന്ന് അറിയും. ഇപ്രകാരമുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. വീണ്ടും അവൾ പറയുന്ന 10-ാം വാക്യത്തിൽ, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ, നോക്കണം, എരിയോവിൽ ഇരുന്ന് അവൾക്ക് മനസ്സിലായി ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന. ആ കാലത്ത് ഒരു മൊബൈലോ സ്മാർട്ട് ഫോണോ ഇന്റർനെറ്റോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്തൊക്കെ സംഭവങ്ങളാ, ഇതൊന്നും ഇല്ലെന്ന് ഓർക്കണം. ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു എന്ന് ഇവളെങ്ങനെ അറിഞ്ഞു? വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതൊക്കെ ഞങ്ങൾ കേട്ടു. എങ്ങനെ ഈ ന്യൂസ് ഇവളുടെ ചെവിയിൽ കേട്ടു? ദൈവ പ്രവൃത്തിക്ക് കാതോർത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം നമ്മുടെ ചുറ്റുപാടുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ചെവിയിൽ എത്തിച്ചിരിക്കും. 11-ാം വാക്യം, കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവരുടെയും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട്, നിങ്ങളെ ഞാൻ ഇവിടെ ഒളിപ്പിച്ചത് കൊണ്ട്, നിങ്ങളെ ഞാൻ ഇവിടെ ശത്രുവിന്റെ കരത്തിൽ നിങ്ങളെ ഇവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശവമായിരിക്കും തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് ഒരു ദയ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എന്റെ അപ്പനെയും എന്റെ അമ്മയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. ഇത്രയും ഭാഗം നമ്മൾ വായിച്ചാല് റാഹാബ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇതിൽ നിന്ന് ഇത്രയും ഭാഗത്ത് നമുക്ക് മനസ്സിലാകുന്നു, റാഹാബിന്റെ ജീവിതത്തില് ദൈവം ഒന്ന് പ്രവർത്തിക്കാനായിട്ട് എഴുന്നേറ്റിരിക്കുക. ഗോഡ് ഈസ് ഓൺ ആക്ഷൻ. ദൈവം എന്ന കമാൻഡർ എഴുന്നേറ്റ് നിൽക്കുക റാഹാബിന്റെ ജീവിതത്തില് പ്രവർത്തിക്കാനായിട്ട്. നമ്മളത് വായിച്ചു. യഹോവ ദേശം തന്നിരിക്കുന്നു, ഇപ്പോഴാണ് അതിന്റെ സമയം വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് അവള് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കളെ വിടുവിച്ചു ഈ ദൈവം. അവൾക്കപ്പോ ഒരു ഹോപ്പുണ്ട്, എന്റെ ജീവിതത്തെയും ഈ ദൈവം വിടുവിക്കും. അവൾ മനസ്സിലാക്കുന്നു, ദിസ് ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഡെലിവറൻസ്. അത് അവൾക്ക് മനസ്സിലാകുന്നു. കാര്യം അവർ സീഹോനെയും ഓഗിനെ ഇങ്ങനെ അമോര്യ രാജാക്കന്മാരെ ജയിച്ചു വന്നു. അതുകൊണ്ട് ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാ. ഒന്നാമത് അവൾക്ക് മനസ്സിലാകുന്നു, ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ. അവർ ഗോഡ് ഈസ് ഓൾവേസ് ഓൺ ആക്ഷൻ. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. രണ്ടാമതായിട്ട് ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. മൂന്നാമത്തെ കാര്യം, അവൾ ഉപയോഗിക്കുന്ന വാക്ക് യഹോവ എന്ന പേര് അവൾ ഉപയോഗിക്കുന്നത്. നോക്കണം, അവൾ യഹോവ എന്ന പേര് അവൾ ഉപയോഗിച്ചിട്ട് അവൾ പറയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ. അന്നേരം അവൾക്ക് ഈ ദൈവത്തോട് ഇവക്ക് കണക്ഷൻ ഇല്ല, ദൈവത്തോട് ഇവക്കൊരു ഉടമ്പടിയില്ല, ഇവളൊരു ബന്ധം സ്ഥാപിച്ചിട്ടില്ല. അപ്പോഴും
അപ്പോഴും അവൾ അതുകൊണ്ട് പറയുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവ, നിങ്ങളുടെ ദൈവമായ യഹോവ. അവൾക്ക് അപ്പോഴും പറയാൻ കഴിയുന്നില്ല എന്റെ ദൈവമായ യഹോവ. ആ ഒരു അതിലേക്ക് വന്നില്ല, ആ ഒരു റോഡിലേക്ക് അവൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവൾ അവിടെ പറയുന്നു നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ആകുന്നു. ഈ ദൈവം സകലത്തെ സൃഷ്ടിച്ചവനാണ്, എലോഹിമാണെന്ന് അവൾ പറയുന്നു. പക്ഷെങ്കില് ആ ദൈവം ഇപ്പൊ എന്നിൽ നിന്ന് ദൂരത്താണ് നിൽക്കുന്നത്. ഞാൻ ആ ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് നിൽക്കുന്നത്. ആ ദൈവം നിങ്ങൾക്ക് ദൈവമാണ്, പക്ഷെ ആ ദൈവം എനിക്ക് എന്റെ ദൈവമെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള വഴികളൊക്കെയാണ് ഗ്രൗണ്ട് വർക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. അടുത്തതായിട്ട് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായി, ഈ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഈ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. അതെ, ഇവിടെ ഉള്ളവരുടെ എല്ലാം ധൈര്യം കെട്ടുപോകുന്നു, അവരുടെ ഹൃദയം ഉരുകിപ്പോകുന്നു. ഈ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായതുകൊണ്ട് ഇവൻ പ്രവർത്തിക്കുന്ന ദൈവം, ഇവൻ വിടുവിക്കുന്ന ദൈവം, അത് അവരുടെ ഇസ്രായേലിന്റെ ദൈവം. ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അവൻ അബ്രഹാമിന്റെ ദൈവം, അവൻ ഇസഹാക്കിന്റെ ദൈവം, അവൻ യാക്കോബിന്റെ ദൈവം. യാഹ്വേ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗോഡ് ഓഫ് കവനന്റ് എന്ന, കവനന്റ് ഉടമ്പടി ഉണ്ടാക്കുന്ന ദൈവം. അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് അവൾക്ക് വന്നതുകൊണ്ട് അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ്, ഈ 4 കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായതുകൊണ്ട് അവൾക്ക് ഒന്ന് മനസ്സിലായി, എനിക്കൊരു രക്ഷ ആവശ്യമുണ്ട്, എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം. ഞാൻ മാത്രമല്ല, എന്റെ അപ്പനും എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. ഒരു രാഹാബിന്റെ ദൃഢനിശ്ചയങ്ങൾ കണ്ടോ? അവളുടെ ഹൃദയത്തിലെ ദാഹം കണ്ടോ? അവൾക്കുള്ളവരെല്ലാം രക്ഷപ്പെടണമെന്ന് അവൾ വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ രാഹാബിന്റെ ജീവിതത്തിൽ നിന്ന് എന്താണ്, രാഹാബിന്റെ വിശ്വാസം എന്തായിരുന്നു? രാഹാബിന്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസം അത് രക്ഷിക്കപ്പെടാനുള്ള ഒരു വിശ്വാസമായിരുന്നു. രാഹാബിന്റെ അകത്തുള്ള വിശ്വാസം വേറെ പലരുടെ ആൾക്കൂട്ടം കണ്ടിട്ട് കൈവക്കിയ വിശ്വാസമല്ല രാഹാബിന്റെ. രാഹാബ് തനിച്ചേ ഉള്ളൂ. അപ്പോഴും അവളുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും മക്കളും കൂട്ടരും എല്ലാം അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അവരാരും സീനിലില്ല. ഹെർ ഫെയ്ത്ത് വാസ് എ സിംഗുലർ ഫെയ്ത്ത്. ഒന്നാമതായിട്ട് ഹെർ ഫെയ്ത്ത് വാസ് എ സേവിംഗ് ഫെയ്ത്ത്. അവളെ രക്ഷിക്കുന്ന വിശ്വാസമായിരുന്നു. രണ്ടാമതായിട്ട് അത് സിംഗുലർ ഫെയ്ത്ത് ആയിരുന്നു. അവൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എരിയോ പട്ടണത്തിനകത്ത് അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. മൂന്നാമതായിട്ട് ഹെർ ഫെയ്ത്ത് വാസ് എ സെർവിംഗ് ഫെയ്ത്ത്. ഈ വന്ന 2 ഉറ്റുനോക്കുകാരെ അവരെ സെർവ് ചെയ്യാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ മനസ്സുണ്ടായിരുന്ന ഒരു വിശ്വാസം അവളിലുണ്ടായിരുന്നു. മറ്റൊന്ന്, അവളുടെ വിശ്വാസം സ്റ്റേബിൾ ആയിരുന്നു. അവൾ വന്നപ്പോ ഒന്ന് പറഞ്ഞു, പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോ അല്ലേ വേണ്ട കേട്ടോ, ഞാനത് അന്നേരം അങ്ങ് പറഞ്ഞത് കേട്ടോ. ഇച്ചിരി കഴിഞ്ഞപ്പോ ഇല്ല കേട്ടോ, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ മാറ്റി ഒന്നും അവൾ പറഞ്ഞില്ല. അവർ കയറി വന്നപ്പോൾ അവരെ കണ്ടപ്പോൾ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് അവൾ പോയപ്പോഴും അവൾക്കുണ്ടായിരുന്നത്. അതേ വിശ്വാസമാ അവരവിടെ ഇറങ്ങി പോകുമ്പോഴും ഉണ്ടായിരുന്നത്. ആ കിളിവാതിൽ കൂടി അവരെ അകത്തേക്ക് കയറ്റി, ആ കിളിവാതിലിൽ കൂടി തന്നെ അവരെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോഴും അവളുടെ സ്റ്റാൻഡ് ഒന്ന് തന്നെയാണ്. her faith was a stable faith, saving faith, singular faith, serving faith, stable faith. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട്. സ്റ്റേബിൾ ആണോ നമ്മള്? അത് ഒരു ദിവസം അങ്ങനെ ഉയർന്നു നിൽക്കും, ഒരു ദിവസം താഴെ. ഈ രാഹാബിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തതെന്ന് അവളുടെ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വയത്തെ ത്യജിക്കുന്ന ഫെയ്ത്ത് ആയിരുന്നു അവള്. സെൽഫ് ഡിനൈങ് ഫെയ്ത്ത് ആയിരുന്നു. എന്നിലുള്ളത് എല്ലാം പോയാലും വേണ്ടില്ല, അവൾ എന്തെല്ലാം വിട്ടിട്ട് അവിടുന്ന് അവൾ ഇറങ്ങണം. ആ എരിയോ പട്ടണത്തിനകത്ത് അത്രയും നാൾ അവൾ സമ്പാദിച്ചതും അവളുടെ ജനവും അവളുടെ അയൽക്കാരും അവളുടെ ചുറ്റുപാടും അവൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നതിനെ എല്ലാം വിട്ടിട്ട് അവൾക്ക് ഒരിക്കലും കാണാത്ത ഒരു എവിടെയൊക്കെ അവൾക്കറിയില്ല എവിടെയൊക്കെ അവള് പോവുക. അബ്രഹാമിനെ വിളിച്ചിറക്കിയ പോലെ, അബ്രഹാമിനെ വിളിച്ചിറക്കി അബ്രഹാം വിശ്വാസത്തോടെ പോയതുപോലെ ഇവിടെ ഒരു രാഹാബും പോവുകയാണ് വിശ്വാസത്തോടെ. എങ്ങോട്ടാന്ന് അറിയത്തില്ല. ഞാൻ സ്വയം ത്യജിക്കാൻ, എനിക്കുള്ളത് എല്ലാം ത്യജിക്കാൻ, ഡിനൈ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അവളുടെ വിശ്വാസം സെൽഫ് ഡിനൈയിങ് ഫെയ്ത്ത് ആയിരുന്നു. മറ്റൊരു കാര്യം, അവളുടെ വിശ്വാസത്തിന്റെ മറ്റൊരു പ്രത്യേകത സിമ്പതൈസിങ് ഫെയ്ത്ത് ആയിരുന്നു അവളുടേത്. ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ടാൽ മതി, മറ്റവരെല്ലാം ഇവിടെ അങ്ങ് കിടന്നു, ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. അതായിരുന്നില്ല. അവൾക്ക് അവളുടെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും അവർക്കുള്ളതിനോടും അവൾക്ക് സിമ്പതി ഉണ്ടായിരുന്നു, ഒക്കെ കരുണയുണ്ടായിരുന്നു. എങ്ങനെങ്കിലും ഞാൻ ഇവിടുന്ന് വിശ്വാസത്തോടെ പാദങ്ങൾ എടുത്തു വെക്കുമ്പോൾ എന്റെ കൂടെ എനിക്കുള്ളതും ഒരു കുളമ്പ് പോലും പിന്നിൽ ശേഷിക്കാതെ എരിയോ പട്ടണത്തിൽ നിന്ന് പുറത്തിറങ്ങണമെന്നുള്ള വലിയ ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. ഇതായിരുന്നു രാഹാബ്.
ഇതായിരുന്നു രാഹാബ്. നമ്മൾ ഒറ്റ വാക്കി പറയുമ്പോൾ രാഹാബ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും. രാഹാബ് ചില്ലറക്കാരത്തിയല്ല കേട്ടോ, രാഹാബ് ചില്ലറക്കാരത്തിയല്ല. മറ്റൊന്ന്, രാഹാബിന്റെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ സാങ്ക്ടിഫൈങ് ഫെയ്ത്ത് ആയിരുന്നു. അവളെ തന്നെ ആ സാഹചര്യത്തിൽ നിന്ന് വേർപെടുത്തി എടുക്കുന്നതായിരുന്നു അവളുടെ വിശ്വാസം. അവളുടെ അകത്തെ വിശ്വാസം അവളെ ശുദ്ധീകരിക്കുന്ന വിശ്വാസമായിരുന്നു. അവളുടെ അകത്തെ വിശ്വാസം അത് കഴിഞ്ഞ കാലത്തിലെ പാപത്തിൽ നിന്ന് അവളെ മുറിച്ചു മാറ്റി മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്ന വിശ്വാസമായിരുന്നു അവളുടേത്. നമുക്കൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെങ്കിൽ ഇപ്പോഴും ഇല്ലേ പാപത്തിന്റെ ഭാരങ്ങളും പലതും ഇത്തുപോലെ ഇരിക്കുന്നത് പലതും നമ്മുടെ ജീവിതത്തിലില്ലേ. ഇതായിരുന്നു ആ രാഹാബിനുണ്ടായിരുന്ന വിശ്വാസം. It was a saving faith, singular faith, serving faith, stable faith, self-denying faith, സ്വയം ത്യജിക്കാനുള്ള വിശ്വാസം, sympathizing faith, മറ്റുള്ളവരെ കൂടെ കൊണ്ടുപോകാനുള്ള ആ ഒരു അനുകമ്പ ഉണ്ടായിരുന്നു, sanctifying faith, എന്നെ തന്നെ വേർപെടുത്തി വെക്കാനുള്ള വിശ്വാസം. ഇപ്രകാരമുള്ള ഒരു വിശ്വാസമാണ് നമ്മളിൽ വ്യാപരിക്കേണ്ടത്. മറ്റൊന്ന് നമ്മൾ കണ്ടു, അവള് ആ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. എല്ലാവരും കയറി വന്നോണ്ടേ, നിങ്ങൾ എന്താ ഇവിടെ കയറി വന്നത്, ഞങ്ങളുടെ കുറച്ച് ന്യൂസ് പിടിക്കാൻ വന്നതാണ്, ഒന്നുമില്ല. അവരെ സ്വീകരിക്കുന്നത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അവൾ കാത്തിരിക്കുമായിരുന്നു ഇവരെ, ഇങ്ങനെ ഒരു കൂട്ടരെ കാത്തിരിക്കുമായിരുന്നോ. അതിൽ കൂടെ എന്തോ ഇവക്കെന്തോ ഒരു ഫോർനോളജ്, ഒരു പ്രവചന ആത്മാവ് ഇവളിൽ വ്യാപരിച്ചിട്ട് ഇവൾക്കൊരു രക്ഷ വരുന്നുണ്ട്, ഇങ്ങനെയുള്ളവർ വരുന്നു, അതിൽ കൂടി ഇവൾക്കൊരു അനുഗ്രഹം വരുന്നു എന്നെന്തോ ഇവള് മുന്നമേ അറിഞ്ഞതുപോലെയാണ് ഇവൾ അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവൾ സമാധാനത്തോടെ കൈക്കൊണ്ടു. അവള് ഡിക്ലെയർ ചെയ്തു നിങ്ങളുടെ ദൈവം ആര് എന്നുള്ളത്. നോക്കണം, ഇസ്രായേൽ മക്കളെ ഈ ദൈവത്തെ അവിശ്വസിച്ച്, എന്നാല് ദൂരെ ഇരുന്ന ജാതീയ ദേശത്തിരുന്ന ഒരു രാഹാബ് ഈ ദൈവത്തിൽ വിശ്വസിച്ചു. നമുക്കറിയാം ദൈവം പാപത്തെ ശിക്ഷിക്കുന്നവനാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ അതേ ദൈവം അതേ വിശ്വാസത്തോടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുകയും നമ്മളെ മക്കളാക്കി തീർക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ രാഹാബിന്റെ വിശ്വാസത്തെ ദൈവം ടെസ്റ്റ് ചെയ്തു. രാഹാബിന്റെ വിശ്വാസത്തിന് ഒരു ടെസ്റ്റിംഗ് അവിടെ ഉണ്ടായിരുന്നു. അതാണ് അവൾക്ക് അങ്ങനെ ഒരു ചോയ്സ് അവിടെ എടുക്കേണ്ടതായിട്ട് വന്നത്. അവളുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളോ അവളുടെ മറ്റ് കംഫർട്ടബിലിറ്റി ഒന്നും തന്നെ അവളുടെ വിശ്വാസത്തെ ഒലയ്ക്കാൻ അവൾ സമ്മതിച്ചില്ല, ഒലച്ചു കളയാനായിട്ട് അവൾ സമ്മതിച്ചില്ല. എങ്കിലും ഇത്രയും നാളത്തെ ഒക്കെ എല്ലാം വിട്ടിട്ടൊക്കെ ഞാൻ എങ്ങനെ പോകും, അല്ലെങ്കിൽ ഇത് നടക്കുവോ, ഇവര് വന്നേച്ച് പോയവരെന്നെ ചതിക്കുമോ? ഇല്ല, അവൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അവളുടെ വിശ്വാസം കാണാതെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ണുകൊണ്ട് കാണാതെ വിശ്വസിച്ച ഒരു രാഹാബ് ഒരു അത്ഭുത വിഷയം തന്നെയാണ്. രാഹാബിന് ഒരു പ്രൊഫറ്റിക് റോൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. യഹോവ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രാഹാബ് കേട്ടു, ഞാൻ കേട്ടു നിങ്ങൾക്ക് രാജാക്കന്മാരൊക്കെ നിങ്ങൾ ജയിച്ചു വന്നിരിക്കുന്നു, അമോര്യ രാജാവായ സീഹോനെയും ഓഗിനെയും ജയിച്ചു വന്നിരിക്കുന്നു എന്ന് ഈ ഒറ്റുകാരോട് പറഞ്ഞപ്പോഴൊന്ന് ഓർത്തു നോക്കിക്കേ. അപ്പോഴവരുടെ ഹൃദയത്തിൽ എന്തായിരിക്കും ഉണ്ടായത്? ഞാനത് അവിടെ നിന്നോടൊന്ന് ചിന്തിച്ച് അവരൊന്ന് എൻകറേജ് ആയി കാണും ഇല്ലേ? നമ്മളോട് ഒരാൾ നിന്നോണ്ട് ഇങ്ങനെ പറയുക, സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ അത്ഭുതം, ആ വലിയൊരു വിടുതല്, ആ അപകടത്തിൽ നിന്ന് വിടുവിച്ചത്, നമ്മളെ അതൊന്നുകൂടി ദൈവം ചെയ്തതിനെ ഓർപ്പിച്ചുണർത്തി നമ്മളെ എൻകറേജ്ഡ് ആക്കത്തില്ലേ? ഈ രാഹാബിന്റെ വാക്കുകൾ ഈ വന്നവരെ ഞാൻ വിശ്വസിക്കുന്നവരെ എൻകറേജ് ചെയ്തു. രാഹാബിന്റെ വാക്കുകൾ പ്രൊഫറ്റിക് വേർഡ് ആയിരുന്നു, രാഹാബിന്റെ വാക്കുകൾ എൻകറേജിങ് വേർഡ് ആയിരുന്നു, രാഹാബിന്റെ വാക്ക് ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിരുന്നു. ഈ ദൈവം സ്വർഗത്തിലെയും ഭൂമിയിലും ഒക്കെ എല്ലാത്തിനും അധിപനായ ദൈവമാണ്, ഇത് യഹോവയാണ്, ഇത് ഇസ്രായേലിന്റെ ദൈവമാണ് എന്നൊക്കെയാണ് ഇവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. അതുപോലെ തന്നെ അവൾ ഈ ദേശത്തിലെ നിവാസികളെല്ലാം അതിനകത്ത് ഉരുകിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അവൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ ദൈവം ന്യായം വിധിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ ഇവൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ദൈവ മക്കളെ എൻകറേജ് ചെയ്യുന്നു. അവള് പ്രവചന ആത്മാവിൽ യഹോവ നിങ്ങൾക്ക് ദേശം തന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ദൈവം ന്യായവിധി നടത്തുന്ന ദൈവമാണെന്ന് പറയുന്നു. ഇതെല്ലാം ഇവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അപ്പോഴ് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ രണ്ടുപേരെ കിളിവാതിൽ കൂടി അകത്ത് കയറ്റിയിട്ട് രണ്ടുപേരെ കിളിവാതിൽ കൂടി പുറത്തേക്ക് വിട്ടല്ലേ? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാ വായിക്കുന്നത്. യോശുവ 2:9 തൊട്ട് 11 വരെ
അവരോട് പറയുന്ന വാക്കുകളിൽ ഇങ്ങനെയാ പറയുന്നത്. നമ്മൾ വായിച്ചത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചത്, യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോനോഗ് എന്ന 2 അമോരി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവരുടെയും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഈ രണ്ട് വന്ന ഒറ്റുകാരോട് അവൾ പറഞ്ഞ വാക്കുകളാണ് 9 തൊട്ട് 11 വരെയുള്ള വാക്കുകൾ. ഇവരെ എന്തിനാ ഇങ്ങോട്ട് വിട്ടത്? യോശുവയുടെ പുസ്തകം 2:1 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം. അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റ നോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. എന്തിനാ വിട്ടത്? ഒറ്റ നോക്കാനാ വിട്ടത്. നിങ്ങൾ പോയി എന്ത് ചെയ്യണമെന്നാ, ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവീനെന്ന് പറഞ്ഞു. ദേശവും എരിഹോ പട്ടണവും നോക്കി വരാൻ അവരോട് പറഞ്ഞത്. ദേശവും എരിഹോ പട്ടണവും നോക്കി വരാൻ പറഞ്ഞു പോയവര് എവിടാ ചെന്ന് പെട്ടത്? റാഹാബിന്റെ വീട്ടില്. റാഹാബിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ തന്നെ ദേശത്തെ കണ്ട പോലെയും ദേശത്തിന്റെ അവസ്ഥ കണ്ടതുപോലെയും അതെ തിരിച്ചു ചെന്ന് പറയാനുള്ള മെസ്സേജ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ആരുടെ കയ്യിൽ നിന്ന്? റാഹാബിന്റെ കയ്യിൽ നിന്ന്. ഇവർക്ക് മടങ്ങിപ്പോയപ്പോൾ ഒറ്റ നോക്കിയിട്ട് നിങ്ങൾ എന്ത് കണ്ടു എന്ന് ചോദിച്ചാൽ ഇവരെന്താ പറയാ? നിങ്ങൾ അവിടെ പോയിട്ട് ദേശത്തെല്ലാം ചുറ്റി നടന്ന് ഒറ്റ നോക്കാനാ പറഞ്ഞത്. എരിയോ പട്ടണവും ദേശവും പോയി നോക്കി വരുവീനെന്നാ പറഞ്ഞത്. നിങ്ങൾ പോയോ? എന്ത് കണ്ടു? അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയ പോലെ പോയിട്ട് തിരിച്ചു വന്നെന്നോ? അല്ല, അവര് പോയി, അവര് കണ്ടു, അവര് കേട്ടു. എന്താ കേട്ടത്? അവർ റാഹാബിന്റെ വായിൽ നിന്ന് കേട്ടു. ആ ദേശത്തെ കുറിച്ചുള്ള ഒരു മെസ്സേജ് റാഹാബിന്റെ വായിൽ നിന്ന് കേട്ടു. റാഹാബിന്റെ വായിൽ നിന്ന് കേട്ട 9 തൊട്ടുള്ള 11 വരെയുള്ള വാക്യങ്ങൾ പോയി ആരോട് പോയി പറഞ്ഞു? നൂന്റെ മകനായ യോശുവോട് പോയി പറഞ്ഞു. ഈ മെസ്സേജ് ആയിരുന്നു ഈ 2 പേർക്ക് പറയാനുണ്ടായിരുന്നത്. ഇവർക്ക് വേറെ മെസ്സേജ് ഒന്നും പറയാനില്ല. ദേശത്തെ കുറിച്ച് വേറെ എന്ത് പറയാനാ? നേരത്തെ 12 പേര് പോയി തിരിച്ചു വന്നപ്പോൾ അവര് പൊമഗ്രനേറ്റും മുന്തിരിങ്ങയും ആപ്പിളും ഒരുപാട് എല്ലാം കൊണ്ടുവന്ന് ദേശത്ത് അമാലേക്കിലുണ്ട്. അപ്പൊ അവര് ദേശത്തെ ചുറ്റി നടന്ന് നോക്കി കണ്ടു കേട്ടേച്ച് വന്നു. ഇവരെന്താ കണ്ടു കേട്ടത്? ഇവരാകെ കണ്ടു കേട്ടത് റാഹാബിന്റെ വീട്ടില് റാഹാബ് അവരെ ആ മുകളിലെ മുറിയില് കൊണ്ടുപോയി ആ പുല്ലിനിടയ്ക്ക് ആ ചണത്തിന് അടിയില് ഒളിപ്പിച്ചു വെച്ചു. അവിടെ കിടന്നോണ്ട് എന്ത് ഒറ്റ നോക്കിയതേ പറയുന്നേ? അവിടെ കിടന്നോണ്ട് അവരെന്ത് കണ്ടു? ഒന്നും കണ്ടില്ല. അവര് കാണുകയല്ലായിരുന്നു, അവര് കേട്ടു. റാഹാബിന്റെ വായിൽ നിന്ന് ഒരു വലിയ ദൂത് അവര് കേട്ടു. ആ ദൂതും കൊണ്ട് അവർ കയറി വന്ന കിളിവാതിലിൽ കൂടെ തന്നെ അവർ ഇറങ്ങിപ്പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു. റാഹാബ് അവരെ ഇറക്കി വിട്ടു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു യോശുവയുടെ പുസ്തകം 2:15 വാക്യം, 18 വാക്യം, 21 വാക്യം. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കിളിവാതിൽ എന്നാറെ അവരെ കിളിവാതിലൂടെ ഒരു കയറ് കെട്ടി. അവളുടെ വീട് കോട്ടമതിൽമേലായിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഒരു ചുവപ്പ് ചരട് കെട്ടുകയും നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവിടെ അറിയിച്ച് ചുരുക്കി വായിക്കുക. അങ്ങനെ അവർ പോയി. അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി. 3 പ്രാവശ്യം കിളിവാതിൽ വിൻഡോ എന്ന് ഈ യോശുവയുടെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. രാഹാബിന്റെ ജീവിതത്തോട് ചേർത്ത് കിളിവാതിൽ. നമുക്കറിയാം എന്താ കിളിവാതിൽ എന്ന് പറഞ്ഞാൽ? ഒരു വീടിന്റെ ജനലെന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭിത്തി തുറക്കുന്നത് അല്ലേ? ഭിത്തിക്കകത്ത് ഭിത്തി. ഇപ്പം കൺസ്ട്രക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പുതിയ ആധുനിക രീതിയിൽ അതിനുള്ളതൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു കിളിവാതിൽ വിൻഡോ എന്ന് പറഞ്ഞാൽ പിയേഴ്സിംഗ് ഓഫ് ദ വാൾ അല്ലേ? ഭിത്തി തുറക്കുന്നത്, ഭിത്തി വെട്ടി മുറിക്കുന്നത്, ഭിത്തിയിൽ വാള് വെക്കുന്നത്, ഭിത്തിയിൽ മുറിവുണ്ടാക്കുന്നതാണ് ഏത്? വിൻഡോ. അങ്ങനെയാണെങ്കിൽ രാഹാബിന് ഇവിടെ ഒരുക്കപ്പെട്ട വിൻഡോ എന്തായിരുന്നു? രാഹാബിനോട് ഒരുക്കപ്പെട്ട വിൻഡോ കിളിവാതില് എന്തായിരുന്നു? അതെ, മുറിക്കപ്പെട്ട, അവൾക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെട്ട, അവൾക്ക് വേണ്ടിയിട്ട് ദേഹമെന്ന തിരശീല കീറിയ ഒരു അപ്രകാരമുള്ളൊരു കിളിവാതിലാണ് ഇവിടെ ഒരുക്കപ്പെട്ടത്. അതൊരു അനുഗ്രഹത്തിന്റെ കിളിവാതിലായിരുന്നു.
അത് മെസ്സേജ് പുറത്തേക്ക് ദൈവത്തെക്കുറിച്ചുള്ള മെസ്സേജ് കൊണ്ടുപോകാനുള്ള ഒരു കിളിവാതിലായിരുന്നു. അത് ദൈവത്തിന്റെ മെസ്സേജ് അകത്തേക്ക് സ്വീകരിക്കാനുള്ള ഒരു കിളിവാതിലായിരുന്നു. അത് കർത്താവ് യേശു ഒരു ചുവപ്പ് ചരട് കെട്ടാനുള്ള കിളിവാതിലായിരുന്നു. അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം ഒഴുകിയ ക്രോസ് ആയിരുന്നത്, ക്രൂശായിരുന്നത്. അത് കട്ടളക്കാലിലും കുറുമ്പടിമേലും അത് രക്തം തളിക്കപ്പെട്ട് ഇസ്രായേൽ മക്കൾ കയറിയിരുന്ന കൂടാരത്തിന്റെ വാതിലായിരുന്നു. അത് മറ്റൊന്നുമല്ല, അത് കർത്താവ് യേശു ക്രിസ്തു. ആ കിളിവാതിൽ ഇന്ന് രാഹാബിന് രക്ഷയായി തീർന്നു. ആ കിളിവാതിൽ രാഹാബിന് രക്ഷയായി തീർന്നു. ആ കിളിവാതിലിനെ കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് സംസാരിക്കാം. ഈ അധ്യായത്തിൽ 3 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കിളിവാതിലിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒരു കിളിവാതിൽ രാഹാബിന് രക്ഷയായിട്ട് തീർന്നു. ഈ കിളിവാതിൽ കൂടി ദൈവത്തിന്റെ ദൂത് അകത്തേക്ക് കയറി. ദൈവത്തിന്റെ ദൂതന്മാർ ദൂതുമായിട്ട് പുറത്തേക്ക് അവൾ വിടുന്നു. അവള് പുറത്തേക്ക് നോഹ ഒരു പ്രാവിനെ കിളിവാതിലിൽ കൂടി പുറത്തേക്ക് വിട്ടു, ഇല്ലേ? പുറത്തേക്ക് വിട്ടു. അവിടെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായതുപോലെ ഈ കിളിവാതിൽ കൂടി ഈ ഒറ്റുകാര് പോയപ്പോൾ ഒരു ദൂത പോയത് അങ്ങോട്ട് ഇസ്രായേൽ മക്കളുടെ നടുവിലേക്ക്. നോക്കണം, ഒരു ജാതീയ സ്ത്രീയുടെ കയ്യിൽ നിന്ന് എരിഹോ പട്ടണത്തിൽ ഇമ്മോറലി താളിടിയെ കിടക്കുന്ന ഒരു സിറ്റിക്കകത്ത് നിന്ന് ദൂത് പോകുക. ആർക്ക്? ഇസ്രായേൽ മക്കൾക്ക്. എതിലെ? ഈ കിളിവാതിലിൽ കൂടെ. അത് അവൾക്കൊടുവിൽ രക്ഷയായിട്ട് തീർന്നു. ഒക്കെ 3 പ്രാവശ്യം ഇവിടെ കിളിവാതിൽ പറയുമ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ കിളിവാതിൽ കൂടി അവള് ആ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ദൂത് അവളെ ഏറ്റെടുത്തു. ആ കിളിവാതിലില് കൂടി അവൾക്ക് ലഭിച്ച ദൂതിനെ അവൾ ചിലർക്ക് പകർന്നു കൊടുക്കാനായിട്ട് അവൾ ഉപയോഗിച്ചു. ആ കിളിവാതിൽ അവള് ആ ചുവപ്പ് ചരട് കെട്ടിയത് മൂലം അവൾക്കും അവളുടെ ഭവനത്തിനും അത് രക്ഷയായി തീർന്നു. രാഹാബ് കിളിവാതിലിനെ എങ്ങനെ ഉപയോഗിച്ചു? എത്ര ഭംഗിയായിട്ട് ഉപയോഗിച്ചു. അത് അവർക്ക് രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നു. തിരുവചനത്തില് പല സ്ഥലങ്ങളിൽ കിളിവാതിൽ ഉപയോഗിക്കപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മീഖൾ ദാവീദ് വന്ന നൃത്തം ചെയ്യുമ്പോൾ അതെ മീഖൾ ജനലിൽ കൂടെ നോക്കി, കിളിവാതിലിൽ കൂടി നോക്കി. 2 സാമുവേൽ 6:16 അവള് കിളിവാതിൽ എന്തിനു ഉപയോഗിച്ചെന്നറിയാമോ? ദാവീദിനെ നിന്ദിക്കാൻ ഉപയോഗിച്ചു. She used the window to mock David. ദൈവത്തിന്റെ അഭിഷക്തനെ മോക്കിയാൻ, നിന്ദിക്കാൻ, പരിഹസിക്കാൻ അവൾ ഉപയോഗിച്ചു മീഖള് കിളിവാതിൽ. അത് നിമിത്തം അവളുടെ ജീവിതത്തിലേക്ക് അവൾ ശാപം വലിച്ചു വെച്ചു. അവൾക്ക് മക്കളില്ലാതെ പോയി. വേറെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തില് സീസറയുടെ അമ്മ, അവിടെ ഒരു ന്യായാധിപൻ ജാബിൻ എന്ന് പറയുന്ന ഒരു കമാൻഡർ, ഒരു കനാന്യ രാജാവ്. ആ രാജാവിന്റെ കമാൻഡറാണ് കനാന്യ രാജാവിന്റെ കമാൻഡർ ഓഫ് ജാബിൻ, ദ കനാനൈറ്റ് കിങ്. അവന്റെ അമ്മയാണ് സീസറ. ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുക, എന്റെ മകൻ ഇപ്പോഴ് ജയവും കൊണ്ട് മടങ്ങി വരുമെന്ന് ഓർത്തിട്ട്. പക്ഷെങ്കില് അവർ കേൾക്കുന്നത് മരണമാണ്. അവിടെ ആ അമ്മയ്ക്ക് കിളിവാതിൽ കൂടി കേൾക്കാൻ ഇടയായിട്ട് തീരുന്നത് മരണത്തിന്റെ വാർത്തയാണ് കേട്ടത്. ഇവിടെ രാഹാബിന് ആ കിളിവാതിൽ ജീവന്റെ ഒരു വാർത്തയായിട്ട് തീർന്നു. മറ്റൊന്ന് ജെസബേലിനെ കുറിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ഒരു കിളിവാതിലുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9:30 അവിടെ നോക്കിക്കഴിഞ്ഞാല് ജെസബേലിനെ അവിടെ മരണം കവർന്നെടുക്കുന്നതും അവളുടെ മാംസം നായ്ക്കൾക്ക് ഭക്ഷണമായിട്ട് തീരുന്നതും അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മീഖള്, സീസറയുടെ അമ്മ, ജെസബേല്, ഇവർക്കൊക്കെ കിളിവാതിലൊരു ശാപമായിട്ട് തീർന്നു. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ശാപമായിട്ട് തീരുകയും മരണത്തിന് കാരണമായിട്ട് തീരുകയും ചെയ്തപ്പോൾ ഒരു നല്ല ജീവിതം ഇല്ലാതിരുന്ന രാഹാബ്, ഒരു നല്ല ചരിത്രം, ബയോഡാറ്റ ഇല്ലാത്ത ഒരു രാഹാബ്, ഒരു നല്ല ജനത്തിന്റെ നടുവിൽ ജീവിക്കാനോ ജനിക്കാനോ യോഗമില്ലാതിരുന്ന ഒരു രാഹാബിന് ഒരു കിളിവാതിൽ രക്ഷയായിട്ട് തീർന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എന്തായിരുന്നു കാരണം? അവൾ വിശ്വസിച്ചു. രാഹാബും ആ കിളിവാതിലുമായിട്ട് വലിയൊരു ബന്ധം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ആ ദൈവത്തിന്റെ മെസ്സേജ് കയറി വരുന്നു. ദൈവത്തിന്റെ മെസ്സേജ് ആ കിളിവാതിൽ കൂടി പോകുന്നു. അത് ചുവപ്പ് ചരട് കെട്ടുന്ന ആ കിളിവാതിൽ നിമിത്തം അവളുടെ ഭവനത്തിന് അത് രക്ഷയായിട്ട് തീർന്നു. ദാനിയേൽ കിളിവാതിൽ കൂടി നോക്കി യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിച്ചു. ദാനിയേലിനെ സംബന്ധിച്ച് കിളിവാതില് അത് സ്വർഗത്തിന്റെ ഒരു വാതിലായിട്ട് തീർന്നു. സ്വർഗത്തിന്റെ ഒരു കവാടമാക്കി തീർത്തു ദാനിയേൽ പ്രാർത്ഥന നിമിത്തം. നമ്മുടെ ജീവിതത്തിലെ കിളിവാതിലുകൾ ഏതൊക്കെയാ?
പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ഒരു ഓപ്പണിംഗ് ആയിട്ട് തീരട്ടെ. വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ ഒരു ഓപ്പണിംഗ് ആയിട്ട് തീരട്ടെ. ദൈവത്തിന്റെ മെസ്സേജ് നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റിവിടാനുള്ള ഒരു കിളിവാതിലായിട്ട് നമുക്കതിനെയൊക്കെ ഉപയോഗിക്കാം. കർത്താവിന്റെ രക്തം അതിൽ വിശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു കിളിവാതിലായിട്ട് തീരട്ടെ. ഉത്തമഗീതം വായിച്ചാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ആ പ്രിയതമയോടുള്ള സ്നേഹം ഭയങ്കര അങ്ങ് കാണാൻ അങ്ങ് ആഗ്രഹിക്കുക, ഒരുപാട് ആഗ്രഹിക്കുക. അവിടെ ഇങ്ങനെ വായിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, എന്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ, ഇത് അവൻ നമ്മുടെ മതിലിന്റെ പുറമേ നിൽക്കുന്നു. നോക്കണം, ഈ പ്രിയൻ മതിലിന്റെ മുകളിൽ നോക്കി നിൽക്കുക. ഈ പ്രിയതമയുടെ മുഖം എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോന്ന്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ കിളിവാതിലൂടെ നോക്കുന്നു. ഒരല്പം ഗ്യാപ്പ് കിട്ടിയെടുത്തൂടെ ആ പ്രിയൻ നോക്കുകയാണ്. ആ മണവാട്ടിയെ അഴിക്കിടയിൽ കൂടി ഒളിഞ്ഞ് നോക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥന കൊണ്ട്, കർത്താവിന്റെ രക്തം കൊണ്ട്, അവനിലുള്ള വിശ്വാസം കൊണ്ട്, അവൻ ആരെന്ന് നമ്മൾ അറിയുന്നത് കൊണ്ട്, ഇതെല്ലാം ഒരു കിളിവാതിലാണ് നമ്മുടെ ജീവിതത്തില്. അങ്ങനെയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കിളിവാതിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയൻ നമ്മളെ ഒളിഞ്ഞു നോക്കും. നമ്മുടെ പ്രിയൻ നമ്മെ ആ കിളിവാതിൽ കൂടി നോക്കിക്കൊണ്ടേയിരിക്കും. എന്റെ പ്രിയതമ്മ അകത്ത് എവിടെ എന്താ ചെയ്യുന്നേ? എന്റെ പ്രിയയ്ക്ക് സുഖമാണോ? അവൾ ഈ ലോകത്തിൽ ജീവിക്കുക. ഈ ലോകത്തിൽ അവള് അത്ര ക്ഷേമകരമായ ഒരു ജീവിതമല്ല, കഷ്ടം നിറഞ്ഞൊരു ലോകത്തിൽ അവൾ ജീവിക്കുന്നത്, രോഗമുള്ളൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്, ശത്രുക്കൾ നിറഞ്ഞൊരു ലോകത്തിൽ അവൾ ജീവിക്കുന്നത്. പക്ഷെങ്കിൽ അവളൊരു കിളിവാതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വല്ലപ്പോഴും പോയി അവളെ ഒന്ന് കാണാൻ, ഒളിഞ്ഞു നോക്കുക. നമ്മളെ നോക്കുന്ന ഒരു പ്രിയന്റെ കണ്ണുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കിളിവാതിൽ തുറന്നു വെക്കാം. മത്തായി സുവിശേഷം 6:22-23 വായിക്കുന്ന പിന്നെ കണ്ണ്, നമ്മുടെ കണ്ണാണ് നമ്മുടെ ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. നമ്മുടെ കണ്ണ് ഒരു ഗേറ്റ്. നമ്മുടെ കണ്ണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഗേറ്റ്. ആ കണ്ണിന് നമ്മളൊരു കാവൽ നിർത്തണം. നമ്മൾ എന്ത് കാണുന്നോ എന്ത് കാണരുത്, ഒരു ഫിൽറ്റർ നമ്മുടെ കണ്ണിന്, നമ്മുടെ ചെവിക്ക്, നമ്മുടെ വായിക്ക്. ഇതെല്ലാം ഒരു കിളിവാതില, നമ്മുടെ ശരീരത്തിന്റെ കിളിവാതിലുകളാണ് ഇതൊക്കെ. മുമ്പേ ഞാൻ പറഞ്ഞത് ആത്മീയമായിട്ടുള്ള കിളിവാതിലുകൾ. നമ്മുടെ ശരീരത്തിന്റെ കിളിവാതിലുകൾ, നമ്മുടെ ചെവി നമ്മുടെ ഒരു ഗേറ്റ്, ഒരു പോർട്ടലാണ്. നമ്മുടെ വായ ഒരു പോർട്ടലാണ്, ഒരു വാതിലാണ്. നമ്മുടെ കണ്ണൊരു വാതിലാണ്. അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. അതാണ് ഇവിടെ രാഹാബ് ചെയ്തത്. അവളുടെ വായ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അവൾ കേട്ടത് പല ശബ്ദങ്ങൾ അവളുടെ ചെവിയിൽ വന്നു. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവം ചെയ്തതാണ് അവളുടെ ചെവിയിൽ സൂക്ഷിച്ചിരുന്നത്. അവൾ വിശ്വാസ കണ്ണുകൊണ്ട് അവൾ പലതും കണ്ടു. ഈ റാഹാബിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ റാഹാബ് ആരാണെന്നറിയാമോ? ബോവാസിന്റെ അമ്മയാ. ബോവാസ് ആരാണെന്നറിയാമോ? റൂത്തിന്റെ പുസ്തകത്തില് റൂത്തിന്റെ ഭർത്താവായ ബോവാസ്. മത്തായി സുവിശേഷം 1:5 വായിക്കുന്നത്, ശൽമോൻ റാഹാബിൽ ബോവാസിനെ ജനിപ്പിച്ചു, ബോവാസ് റൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഇശായെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. അങ്ങനെ പോകുന്നു. ബോവാസ് റൂത്തിനെ ഏറ്റെടുക്കുമ്പോഴ് ബോവാസിന്റെ അമ്മ നിൽക്കുകയാ, റാഹാബ് ജാതീയ സ്ത്രീയെ. ബോവാസിന്റെ ഹൃദയത്തിൽ കൂടെ പോയി കാണുമില്ലേ, എന്റെ അമ്മ ജാതീയ സ്ത്രീ, കനാന്യ സ്ത്രീ, എന്റെ ഭാര്യ മോവാബ്യ സ്ത്രീ. രണ്ടുപേരും ജെന്റൈൽസ്, രണ്ടുപേരും പുറത്തുനിന്ന് വന്നവർ, ഇസ്രയേലിനോട് യാതൊരു ബന്ധവുമില്ലാത്തവര്, യാതൊരു കവനന്റും ഇല്ലാത്തവര്, യാതൊരു ഉടമ്പടിയോ വാഗ്ദത്തങ്ങളോ ഒന്നുമില്ലാത്തവര്, അത് യാതൊരു സിറ്റിസൺഷിപ്പും ഇല്ലാത്തവര്. എന്നാൽ രണ്ടുപേരും വീണ്ടെടുക്കപ്പെട്ടവരാ. റാഹാബ് ഇസ്രയേലിനോട് ചേർക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ റാഹാബും വീണ്ടെടുക്കപ്പെടുക. റൂത്തിനെ ബോവാസ് വീണ്ടെടുത്തു. രണ്ടുപേരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും അവരുടെ സ്വന്തം ജനത്താൽ അവര് ത്യജിക്കപ്പെട്ടവരാ. റാഹാബിന്റെ ജീവിതം അങ്ങനെയായിരുന്നത് കൊണ്ട് സ്വന്തം ജനത്തിൽ അവളുടെ മാന്യത എന്താണ്? റൂത്ത് സ്വന്തം ജനത്തിൽ നിന്ന് വിട്ട് അവള് പോന്നു. അവള് സ്വന്തം ദൈവങ്ങളെ വിട്ടിട്ട് പോന്നു, കസ്റ്റംസ് എല്ലാം വിട്ടിട്ട് പോന്നു, അതിൽ നിന്നെല്ലാം വേർപെട്ടു പോകുന്നതാണ്. രണ്ടുപേരും ഈ ജീവനുള്ള ദൈവത്തോടൊരു വലിയ വിശ്വസ്തതയും സ്നേഹവും രണ്ടുപേരും കാണിച്ചു. റൂത്ത് പറയുന്നുണ്ട്, ഇനി മുതൽ നിന്റെ നവോമിയോട് പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, നീ ജീവിക്കുന്നിടത്ത് ഞാൻ ജീവിക്കും. അതുകൊണ്ട് ബോവാസ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിന്റെ തണലിൽ ശരണം പ്രാപിച്ചു വന്ന റൂത്തെ മകളെ എന്നാണ് അവിടെ വിളിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് വിശ്വസ്തത കാണിച്ച ഒരു റൂത്തിനെ നമുക്ക് റൂത്തിന്റെ പുസ്തകത്തിൽ കാണാം. ഇവിടെ റാഹാബും അതുപോലെ തന്നെ റാഹാബിന്റെ വാക്കുകളിൽ രണ്ടുപേരും രണ്ടുപേരുടെ ഒരു പാരലൽ സ്റ്റഡിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. റാഹാബും റൂത്തും
രണ്ടുപേരും ജാതിയര്, രണ്ടുപേരും പുറത്തുണ്ടായിരുന്നവര്, രണ്ടുപേരും സ്വന്തം ജനങ്ങളിൽ നിന്ന് വേർപെട്ട് വന്നവര്, രണ്ടുപേരും അന്നുവരെയുള്ള ദൈവങ്ങളിൽ നിന്ന് ദൈവങ്ങളെ ഉപേക്ഷിച്ച് വന്നവര്, രണ്ടുപേരും അന്നത്തെ അവരുടെ കസ്റ്റംസും അവരുടെ സംസ്കാരങ്ങളും അവർ ഉപേക്ഷിച്ച്, ആരാധനകളും ഉപേക്ഷിച്ച് വന്നവര്, രണ്ടുപേരും ഈ ജീവനുള്ള ദൈവത്തോട് വിശ്വസ്തത പുലർത്താനും സ്നേഹിക്കാനും ഒരുങ്ങി വന്നവര്. രണ്ടുപേരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് വേർ ദെയർ ബ്രദേഴ്സ് കീപ്പേഴ്സ്. രണ്ടുപേരും റാഹാബ് ആ ജനത്തിന്റെ കീപ്പേഴ്സ് ആയിരുന്നല്ലേ. ആ മതിലിന്മേൽ അവള് ആ ജനത്തിനൊരു കാവൽക്കാരത്തിയായിട്ട് അവള് ജീവിച്ചു. റൂത്തിന്റെ പുസ്തകത്തിലേക്ക് വന്നാല് അവള് നവോമിക്ക് അവളൊരു തുണയായിട്ട് അവിടെ നിന്ന്, നവോമിക്ക് അവളൊരു കാവൽക്കാരിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു റാഹാബും റൂത്തും. പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നു. അതെ, റാഹാബ് നിന്ന ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയൊരവസ്ഥ എന്നതുപോലെ ഈജിപ്തില്, മിസ്രൈമില്, അതെ, അവിടുത്തെ എബ്രായ സ്ത്രീകള് കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ സൂതികർമ്മിണികളെ അവിടെ ആക്കി വെച്ചിട്ട് പറഞ്ഞു, ഇവിടെ ജനിക്കുന്നത് ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ കൊന്നു കളയണം. അവരൊരു ഞെരുക്കത്തിൽ നിൽക്കാം. എന്ത് ചെയ്യണം? ഏത് വഴി തിരഞ്ഞെടുക്കണം? രാജാവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കണോ അതോ ജീവനുള്ള ദൈവത്തെ, എബ്രായരുടെ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കണമോ എന്നതുപോലുള്ള ഒരു അവസ്ഥയിലാണ് റാഹാബ് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ നല്ലതിനെ അവർ തിരഞ്ഞെടുത്തു. റാഹാബിന് വലിയൊരു ചലഞ്ചായിരുന്നു, ഒരു വലിയൊരു വെല്ലുവിളിയുടെ മുമ്പിലാണ് റാഹാബ് നിന്നത്. റാഹാബിന്റെ തല പോകുന്ന കാര്യത്തിലാണ് റാഹാബ് നിന്നത്. ഈ രണ്ട് ഒറ്റുകാരെ റാഹാബ് അവിടെ സൂക്ഷിക്കുമ്പോൾ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവൾ ചിന്തിച്ച്, ഞാൻ മരിച്ചാലും വേണ്ടുകില്ല, ഇവരെ ഞാൻ ഒളിപ്പിക്കുകയും ഞാൻ ദൈവത്തിന് ഹിതമായത് ചെയ്യും എന്ന് പറഞ്ഞ് അവരെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടു റാഹാബ് ഇസ്രായേലിനോട് ചേരുവാൻ അവൾ ആഗ്രഹിച്ചു. അതാ സ്കാർലറ്റ് ത്രെഡ്, ചുവപ്പ് ചരടാണ് അവൾക്കതിന് കാരണമായിട്ട് തീർന്ന്. ചുവപ്പ് ചരട് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമെന്ന് അവര് പറഞ്ഞു. ഞങ്ങൾക്ക് അതില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ റാഹാബ് അതനുസരിച്ചു. റാഹാബിനെ സംബന്ധിച്ച് റാഹാബിന്റെ അകത്തുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ഒരു പ്രദർശനമായിരുന്നു പുറത്തുവള് കെട്ടിയ ചുവപ്പ് ചരട്. അകത്തുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ പ്രദർശനമായിരുന്നു പുറത്ത് ദൈവം ചെയ്യാൻ, അവളോട് കരുണ ചെയ്യാൻ പോകുന്നതിന്റെ അടയാളമായിട്ടാണ് അവള് കെട്ടിയ ചുവപ്പ് ചരട്. ദൈവത്തിന്റെ വിടുതൽ വരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ പ്രതീക്ഷയും വലിയൊരു പ്രത്യാശയുമായിരുന്നു അവള് കെട്ടിയ ചുവപ്പ് ചരട്. അവളായിരുന്ന എരിഹോ പട്ടണത്തിലെ ഇരുട്ടിന്റെ അകത്തെ ഒരു വെളിച്ചമായിരുന്നു ഈ ചുവപ്പ് ചരട്. പാപിയായ ഒരു സ്ത്രീയെ, പാപിയായ ഒരു മനുഷ്യനെ വിശുദ്ധനാക്കുന്നതായിരുന്നു ഈ ചുവപ്പ് ചരട്. അവളുടെ ജീവിതത്തിൽ ഈ ചുവപ്പ് ചരടിന് ഒത്തിരി ധാരാളം അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ രണ്ട് ഒറ്റുകാർ വന്നപ്പോൾ അവര് ദൈവത്തിന്റെ, റാഹാബിന്റെ ഭവനത്തില് അതെ ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഒരു ഒളിസങ്കേതം ഉണ്ടാക്കി എന്ന് പറഞ്ഞാല് അവരെ ദൈവം ഇവിടെ സൂക്ഷിച്ചു. ദൈവത്തിന്റെ ഹിതത്തിൽ അവരെ ഒളിപ്പിച്ചു റാഹാബിന്റെ വീട്ടില്. എന്നാൽ റാഹാബിനെ ദൈവം എവിടെ ഒളിപ്പിച്ചു? റാഹാബിനെ ചുവപ്പ് ചരടിനകത്ത് ദൈവം ഒളിപ്പിച്ചു. റാഹാബിനെ ചുവപ്പ് ചരടിനകത്ത് ദൈവം ഒളിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. നമുക്ക് മറ്റൊരു കാര്യം നമുക്കറിയാം. നമ്മൾ തിരുവചനം വായിച്ചു കഴിഞ്ഞാൽ സംഖ്യാപുസ്തകത്തിലോട്ടൊക്കെ വന്നാൽ നമുക്കറിയാം, അവിടെ ആഖാൻ എന്ന് പറയുന്ന യഹൂദ ഗോത്രത്തിലെ ആഖാൻ, അവിടെ അവർ യുദ്ധം ചെയ്തിട്ട് വന്നപ്പം അവിടുത്തെ ഒരു സാധനവും എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ആഖാൻ അവിടുന്ന് കുറച്ച് കിട്ടിയ നല്ല നല്ല സാധനങ്ങൾ അവിടെ കുഴിച്ചു വെച്ചു. ദൈവത്തിന്റെ ആത്മാവ് അത് കണ്ടെടുത്തു. ആഖാനെ ഒടുവിൽ അത് മരണത്തിന് യോഗ്യനായിട്ട് തീർന്നു. ആഖാൻ താഴ്വര, ആഖാനെ കല്ലെറിഞ്ഞു കൊന്നു ഒടുവില്. അതൊരു വലിയ കൂനിയായിട്ട് തീർന്നു. നോക്കണം, ഇസ്രായേൽ മക്കളുടെ അകത്തു നിന്ന ആഖാന് അനുസരണക്കേട് നിമിത്തം, ദൈവത്തിന്റെ വാക്കിനെ അനുസരിക്കാഞ്ഞ നിമിത്തം അവന് ദൈവത്താൽ റിജക്റ്റഡ് ആയി, അവൻ ദൈവത്താൽ പുറത്താക്കപ്പെട്ടു. എന്നാൽ നോക്കിക്കേ, ഈ ഇസ്രായേലിന്റെ ദൈവത്തെ അനുസരിച്ചത് നിമിത്തം, ഈ ദൈവത്തിൽ വിശ്വസിച്ചത് നിമിത്തം പുറത്തു നിന്നൊരു റാഹാബ് അകത്ത് പ്രവേശിച്ചു. അകത്തു നിന്ന് ആഖാന പുറന്തള്ളപ്പെട്ടപ്പോൾ പുറത്തു നിന്ന ഒരു റാഹാബ് അകത്തേക്ക് കടന്നു വന്നു. അകമേ യഹൂദനായവന് ശരിയായ യഹൂദൻ. റാഹാബ് യഹൂദ പട്ടണത്തിൽ ജീവിച്ചെങ്കിലും അവളുടെ അകത്ത് അവളൊരു യഹൂദയായിരുന്നു.
അവളുടെ അകത്ത് അവൾക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ റാഹാബിനെ കുറിച്ച് നാഹാബ് എന്ന് പറഞ്ഞു, റാഹാബിനെ കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അവളുടെ ധൈര്യം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലുള്ള വിശ്വാസം, ദൈവത്തെ കുറിച്ചുള്ള ഒരു ആക്യുറേറ്റ്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവൾക്കുണ്ടായിരുന്നു. ഈ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. ഈ ദൈവത്തിന് വേണ്ടിയിട്ട്, ഈ കർത്താവിന്റെ വഴിക്ക് നിൽക്കാനായിട്ട് ആർക്കൊക്കെ റിസ്ക് എടുക്കാനായിട്ട് പറ്റും? ആർക്ക് അങ്ങനെ ഒരു അപകടത്തിന്റെ മുമ്പിലാണെങ്കിലും നിൽക്കുന്നത് ഞാൻ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയാനായിട്ട് ആർക്ക് കഴിയും? അങ്ങനെ റാഹാബിന്റെ ധാരാളം സ്വഭാവങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അവരെ സെർവിങ് ഫെയ്ത്ത്, അതുപോലെ സേവിങ് ഫെയ്ത്ത്, അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കരുണ കാണിക്കണമേ, ഷീ റിക്വസ്റ്റഡ് ഫോർ ദ മേഴ്സി, ദയ കാണിക്കണമേ, മറ്റുള്ളവരോടുള്ള ദയ അവളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നിമിത്തം അവൾക്ക് ലഭിച്ച ഏറ്റവും വലിയ റിവാർഡ് എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അവൾക്കുണ്ടായ റിവാർഡിനേക്കാളൊക്കെ അധികമായിട്ട് അവളിൽ ക്രിസ്തു ജനിച്ചു. അവളിൽ കൂടെ ക്രിസ്തു ജനിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഈ സ്കാർലറ്റ് ത്രെഡ്, ഈ ചുവപ്പ് ചരട് അതിനൊക്കെ കാരണമായിട്ട് തീർന്നു. ആ വിൻഡോ, ആ കിളിവാതില്, രക്ഷയുടെ കിളിവാതില് അതിന് ഇടയായിട്ട് തീർന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു അവിശ്വാസികളോടുകൂടെ അവള് നശിക്കാതെയിരുന്നു. റാഹാബ് എപ്പോഴും അവൾ ദൂരെ ജീവിക്കുമ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തികൾ അവൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. റാഹാബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ബ്രോഡ്, വിശാലമെന്ന. റാഹാബ് എന്നുള്ള പേര് അത്ര മോശം പേരല്ല കേട്ടോ, നല്ല പേരാ, ബ്രോഡ്. പക്ഷെങ്കിൽ റാഹാബ് എന്ന വേശ്യ എന്നൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആരും പിള്ളേർക്ക് റാഹാബ് എന്ന് പേരെടുത്തില്ല. റാഹാബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബ്രോഡ്, വൈഡ് ഫേസ്. അവൻ എനിക്ക് വിശാലത വരുത്തി, എന്റെ ഞെരുക്കത്തെ മാറ്റിയിട്ട് അവൻ എനിക്ക് വിശാലത വരുത്തി. യോബിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തില് ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? യോബിനോട് ചോദിക്കുക, സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? യോബ് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, അതിന്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയുമാ. ദൈവത്തിന്റെ അഗാധത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് വൈഡാണെന്ന്. അതാ റാഹാബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. റാഹാബ് എന്നുള്ള പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ അഗാധത്വവും ദൈവത്തിന്റെ സമ്പൂർത്തിയും അതിന്റെ വീതി പോലെയാണ്. ആ വീതിയെ കാണിക്കുന്നു റാഹാബ് എന്ന വാക്ക്. ഇസഹാക്കിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അബ്രഹാം മരിച്ചു. അപ്പൻ കുഴിച്ച കിണറൊക്കെ കുഴിക്കാനായിട്ട് ഇസഹാക്ക് പോയി. 1 കുഴിച്ചു, 2 കുഴിച്ചു. അവിടെ എല്ലാം അവര് ഇസഹാക്കിനോട് ചണ്ടയിട്ടു. അതുകൊണ്ട് ചണ്ടയിട്ടതുകൊണ്ട് ഇസാക്ക് പിന്നെ അവരോട് മല്ലു പിടിച്ച് അവിടെ നിൽക്കാൻ പോയില്ല. നമ്മുടെ ജീവിതത്തിൽ പലരും വന്ന് ചണ്ടയിടും കേട്ടോ. ആ ചണ്ട ഇടുന്നതുകൊണ്ട് അവിടെ നിന്ന് അവരോട് യുദ്ധം ചെയ്യാൻ പോകാണ്ട് നമ്മൾ മുന്നോട്ടങ്ങ് നടന്നേക്കുക. ചണ്ടയിട്ടിട്ട് അവിടെ ഇസഹാക്ക് നിന്നില്ല. ആ കിണറിന് എശക് എന്ന് പേരിട്ടു. അവർ ചണ്ടയിട്ടത് കൊണ്ട്. ജെനിസിസ് 26-20 തൊട്ടുള്ള വാക്യത്തില. അതിനുശേഷം അടുത്ത കിണർ വായിച്ചപ്പോൾ അവിടെയും ചണ്ടയിട്ടു. അതിന് സിത്ന എന്ന് പേരിട്ടു. അതുകൊണ്ട് അവിടെ നിന്നില്ല. പിന്നെയും ഇസഹാക്ക് മുന്നോട്ട് യാത്ര ചെയ്ത് 22-ാമത്തെ വാക്യത്തിൽ ചെന്നപ്പോൾ അവിടെ ഇസഹാക്ക് അടുത്ത കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ അതിനെക്കുറിച്ച് അവർ ചണ്ടയിട്ടില്ല. യഹോവ നമുക്ക് ഇടം ഉണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അതിനവൻ റഹബോത്ത് എന്ന് പേര് കൊടുത്തു. റാഹാബിനെ കണ്ടോ ഇവിടെ? റഹബോത്ത് എന്നുള്ള പേരിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? അവൻ എനിക്ക് വിശാലത വരുത്തി. ദേശത്ത് നീ വർദ്ധിക്കും, അവൻ എനിക്ക് വിശാലത വരുത്തി. റാഹാബ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ റാഹാബ് ആർക്കൊക്കെ വിശാലത വരുത്തി? റാഹാബ് തന്റെ കുടുംബത്തിന് വിശാലത വരുത്തി. റാഹാബ് തനിക്ക് തന്നെ വിശാലത വരുത്തി. റാഹാബ് ഇസ്രായേൽ മക്കൾക്ക് അവർ മെസ്സേജ് അയച്ച് റാഹാബ് അവർക്ക് വിശാലത വരുത്തി. ഒറ്റുനോക്കാൻ വന്ന 2 പേരുടെ ജീവിതത്തിൽ റാഹാബ് വിശാലത വരുത്തി. അനേകരുടെ ജീവിതത്തിൽ, ഞെരുങ്ങിയിരുന്നവരുടെ ജീവിതത്തിൽ വിശാലത വരുത്താന് ഈ റാഹാബിനെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഒരു റാഹാബായിട്ട് തീരാൻ കഴിയുമോ? ഇസഹാക്ക് അവിടെ റഹബോത്ത് എന്നുള്ള കിണർ കുഴിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് 24-ാമത്തെ വാക്യത്തില് അന്ന് രാത്രിയില് ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷനായിട്ട് അവനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനെ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, നിന്റെ സന്തതിയെ ഞാൻ വിശാലമാക്കും. ഇതിനെല്ലാം കാരണമായിട്ട് തീർന്നത് അവൾ
ദൈവത്തിൽ കാണാത്തതിൽ അവൾ വിശ്വസിച്ചു. അവൾക്കൊരു വലിയ റിവാർഡും കിട്ടി. ക്രിസ്തു അവളിൽ കൂടി ജനിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ. ഇന്നതുകൊണ്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് എന്താ എക്സ്ക്യൂസ് ഉള്ളത്? നമുക്ക് നമ്മളായിരിക്കുന്ന പാപ സ്വഭാവത്തിൽ നിന്ന്, നമ്മുടെ ഹാബിറ്റ്സിൽ നിന്ന് വേർപെടാൻ നമുക്ക് എന്താ എക്സ്ക്യൂസ് ഉള്ളത്? നമുക്ക് എന്താ തടസ്സങ്ങളുള്ളത്? നമുക്കൊന്ന് ചിന്തിക്കാം. ഭയമാണോ? രാജാവിനുള്ള ഭയമാണോ? മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ള പേടിയാണോ? എന്റെ കഴിഞ്ഞ കാലത്തിലെ വിട്ടുപോകാൻ പറ്റാത്ത പാപമാണോ? ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തിന്റെ കുഴപ്പമാണോ? ഇതൊക്കെയാണോ നമ്മുടെ എക്സ്ക്യൂസ്? എങ്കിൽ നമുക്ക് ഒന്ന് വിട്ടുവരാം. 2 കൊരിന്ത്യർ 6:14-16 പൗലോസ് പറയുന്നുണ്ട്, അവിശ്വാസികളോട് ഇണയില്ലപ്പണ കൂടരുത്, പലതിൽ നിന്ന് നിങ്ങൾ മാറി 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 നിൽക്കണം. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്താ ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്താ കൂട്ടായ്മ? അതിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേർപെട്ടിരിക്കാനാ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പിതാവ്, നിങ്ങൾ എനിക്ക് മക്കളുമായി തീരത്തുള്ളൂ. ഇന്ന് ദൈവം നമ്മളെ ഒരു പടി കൂടി, നമ്മള് വിശ്വാസികളല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പടി കൂടി വേർപെടാൻ ദൈവം നമ്മളെ വിളിക്കുക, സ്നേഹത്തോടെ വിളിക്കുക. നമുക്കതിനായിട്ട് ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ നോക്കുമ്പോൾ ആർ വി സെൻസിറ്റീവ്? അത് നമുക്ക് നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. എന്റെ ഭവനം രക്ഷിക്കപ്പെടണം, എന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടണം, എന്റെ സഹോദരങ്ങൾ വിടുവിക്കപ്പെടണം, എന്റെ ദേശത്ത് ഒരു അത്ഭുതം നടക്കണം. നമ്മൾ ആർ വി സെൻസിറ്റീവ്? നമുക്ക് ഡിസേൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ദൈവത്തിന്റെ പ്രവൃത്തികളെ? നമുക്കൊരു വിൻഡോ, നമുക്കൊരു കിളിവാതിലുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മളിലുള്ള രക്ഷയുടെ മെസ്സേജ് പുറത്തേക്ക് വിടാൻ, ദൈവത്തിന്റെ ശബ്ദം അകത്തേക്ക് എടുക്കാൻ, ചിലരെ രക്ഷിച്ച് കൊണ്ടുപോകാൻ ഒരു ചുവപ്പ് ചരട് കെട്ടാനുള്ള ഒരു വിൻഡോ നമുക്കുണ്ടോ? ഇന്ന് നമ്മുടെ കാത, കണ്ണ, വായ എന്നുള്ള വിൻഡോ ഒക്കെ എങ്ങനെയാ ഇരിക്കുന്നത്? അതിലൊക്കെ ഒരു ചുവപ്പ് ചരട് നമുക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് കെട്ടാം. നമുക്കൊരു റിവാർഡുണ്ട്. ക്രിസ്തു നമ്മളിൽ ഉരുവാകും. ചിലരെ നമുക്ക് ക്രിസ്തുവില് ഉരുവാക്കാനായിട്ട് സാധിക്കും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട്